ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. മുഖ്യമന്ത്രി വരുമോ വരാമോ എന്ന ചോദ്യത്തിനൊന്നും ഇനി പ്രസക്തിയില്ല. വെള്ളാപ്പള്ളിയുടെ ഗുരുചിന്തയിൽ അധിഷ്ഠിതമായ SNDP യോഗം നേതൃസ്ഥാനത്തിന്റെ 30 വർഷത്തെ പുകഴ്ത്തി ഉയർത്തുകയായിരുന്നു പിണറായി വിജയൻ. മലപ്പുറം പ്രത്യേക രാജ്യമെന്നും ശ്വാസം മുട്ടുന്നു എന്നുമുള്ള പ്രയോഗം വെള്ളാപ്പള്ളിയുടെ പ്രത്യേക സരസ്വതി വിലാസമായിട്ടാണ് പിണറായി വിജയന് തോന്നുന്നത്. എല്ലാ കാലത്തും മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാറുള്ള വെള്ളാപ്പള്ളിക്ക് പുതിയ കാലത്തെ തിരിച്ചറിഞ്ഞ് അവധാനതയോടെ നീങ്ങണമെന്ന സ്നേഹത്തിൽ പൊതിഞ്ഞ ഉപദേശം മാത്രം ശുഭം. വെള്ളാപ്പള്ളിയും തൃപ്തനാണ്. മലപ്പുറം മുസ്ലിം എന്ന് പോയിട്ട് മാ എന്ന് പോലും ഉച്ചരിക്കാൻ ഭയം എന്നായിരുന്നു രാവിലെ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. കേരളത്തിന് കണ്ണും കാതുമുണ്ട്, ജനത്തിന് സാമാന്യ ബോധവുമുണ്ട്. നവോത്ഥാന സമിതി അധ്യക്ഷന്റെ വർഗീയ പ്രസംഗത്തെ തലോടി മയപ്പെടുത്തുന്നത് വോട്ടു രാഷ്ട്രീയമെന്ന് വ്യക്തമാകുമ്പോൾ സന്ദേശം വ്യക്തമോ എന്നതാണ് ചോദ്യം. SNDP യോഗം മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, റെജി ലൂക്കോസ് ഇടത് സഹയാത്രികൻ, ജോർജ് പൊടിപാറ രാഷ്ട്രീയ നിരീക്ഷകൻ, NP ചെക്കുട്ടി രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ ശ്രീ റെജി ലൂക്കോസിലേക്ക് പോകുന്നു. ശ്രീ റെജി ലൂക്കോസ്, താങ്കൾ പിണറായി വിജയന്റെ പ്രസംഗവും വെള്ളാപ്പള്ളിയുടെ മറുപടി പ്രസംഗവും ഒക്കെ കേട്ടിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. എന്താണ് പിണറായി വിജയന്റെ പ്രസംഗത്തെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, തീർച്ചയായിട്ടും അത് കേട്ടു. അത് കൂടാതെ തന്നെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ കുറിച്ച് ഉള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം വിവാദമായ ചുങ്കത്തറയിലെ SNDP യോഗത്തിൽ നടത്തിയ പ്രസ്താവനകൾ, മുഖ്യമന്ത്രി ഇന്ന് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകളെല്ലാം ഞങ്ങൾ കേരളീയ സമൂഹത്തോടൊപ്പം നമ്മളും സാഹൂതം വീക്ഷിച്ചിരുന്ന കാര്യം യാതൊരു തർക്കമില്ല. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത, മലപ്പുറം പ്രസംഗത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ് മാഷോട് ഈ കാര്യത്തെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞത് വാക്കുകളിൽ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം, വളരെ ശ്രദ്ധിക്കേണ്ടതാണെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. ഇത് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ മുഖ്യമന്ത്രി ഇന്ന് പങ്കെടുത്തതിനെ കുറിച്ചാണ് പറഞ്ഞതിനെ കുറിച്ച്, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം, കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചോളം 30 വർഷം SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ കസേരയിൽ ഇരിക്കുന്ന, 30 വർഷം തുടർച്ചയായിട്ടിരിക്കുന്ന, കുമാരനാശാന് പോലും സാധിക്കാത്ത റെക്കോർഡിട്ട SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനത്തിനെ ബഹുമാനിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുത്തത്. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യമായിട്ടല്ല സമുദായ സംഘടനകളുടെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം കേരളത്തിന്റെ സമുദായ സംഘടനകളുടെയും മറ്റു സംഘടനകളൊക്കെ യോഗത്തിൽ പങ്കെടുക്കണം. അതാണ് നമ്മുടെ ബഹുസ്വരതയുടെയും ജനതത്തിന്റെ ഏറ്റവും അദ്ദേഹത്തിനെ വിമർശിക്കേണ്ടിടത്ത് വിമർശിക്കാൻ നന്നായി അറിയാമല്ലോ ശ്രീ റെജി ലൂക്കോസ്. ഇവിടെ ബോഡി വേസ്റ്റ് എന്നൊരു പ്രയോഗം മുൻപ് നടത്തിയ രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ. അതിനുള്ള ധൈര്യം കാട്ടിയ നേതാവാണ്. എന്തു പറ്റി ഇപ്പോ? അല്ല, അദ്ദേഹത്തിന്റെ ധൈര്യത്തിന് ഒരു ചോർച്ച ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആ പ്രശ്നം മുഴുവൻ കേട്ടാൽ അറിയാം. ആ വേദിയിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ശരിയല്ല എന്ന് ഒരു ഉപദേശരൂപേണ പറയാനുള്ള തൻകടം കാണിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രി. നിങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പത്രസമ്മേളനത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ SNDP യോഗത്തിന്റെ ഒരു യോഗത്തിൽ അതിന്റെ ജനറൽ സെക്രട്ടറിയുടെ എന്ത് വ്യക്തതയാണ് ശ്രീ റെജി ലൂക്കോസ് താങ്കൾക്ക് കിട്ടിയത്? കാരണം ചോദ്യം ഞങ്ങളുടെ പ്രതിനിധി പ്രസാദിന്റേതായിരുന്നു. ആ ചോദ്യം നമുക്ക് വളരെ വ്യക്തമായി കേട്ടതാണ്. ആ ചോദ്യം, നവോത്ഥാന സമിതി അധ്യക്ഷ സ്ഥാനത്ത് അദ്ദേഹത്തിന് തുടരാൻ അർഹതയുണ്ടോ എന്നതായിരുന്നു ചോദ്യം. അപ്പോൾ പറഞ്ഞത്, വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രസംഗം നടത്തി, അതിൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് പിറ്റേ ദിവസം അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് നമ്മൾ കേട്ടതല്ല, അദ്ദേഹം പിന്നീട് വിശദീകരിച്ച് ന്യായീകരിച്ചതിനെയാണ് അദ്ദേഹം ഉൾക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറത്ത് ശ്വാസം മുട്ടുന്നു എന്നും അതൊരു പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ് എന്നും പറഞ്ഞതിനെ അത് മുസ്ലിം ലീഗുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം മാറ്റി പറഞ്ഞപ്പോൾ അതിനെ സ്വീകരിക്കാനാണ് പിണറായി വിജയൻ തയ്യാറായത്. പക്ഷേ കേരളം രണ്ടും കേട്ടതാണല്ലോ. എപ്പോഴൊക്കെയാണ് വെള്ളാപ്പള്ളി മാറ്റി പറയാറെന്നുള്ളതും കേരളം കാണാറുള്ളതാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഭയമുണ്ടോ, വോട്ട് നഷ്ടപ്പെടുമെന്നുള്ള ഭയമുണ്ടോ? വെള്ളാപ്പള്ളിയോട് കടുപ്പിച്ച് പറഞ്ഞാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള ഭയമാണോ പിണറായി വിജയനെ ഭരിക്കുന്നത്? വ്യക്തമായ മറുപടി ഉണ്ട്. അതായത് പ്രിയപ്പെട്ട പ്രസാദ് ചോദിച്ച ആ ചോദ്യം ലൈവായിട്ട് ഞാൻ കണ്ടൊരാളാ. ആ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം, അതില് പ്രസാദ് ചോദിച്ച വളരെ സൂക്ഷ്മമായി അദ്ദേഹം ചോദിച്ച ആ ചോദ്യം മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഒരു വാക്ക് നിങ്ങൾ ഇവിടെ ഉത്തരിച്ചില്ല. അദ്ദേഹം പറഞ്ഞത് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അദ്ദേഹം അതിനെക്കുറിച്ചുള്ള വിശദീകരണം പിറ്റേ ദിവസം തന്നു. ആ വിശദീകരണം തൃപ്തികരമാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞത്. ഒരാളൊരു പറയാൻ പാടില്ലാത്തൊരു വാക്ക് പറഞ്ഞാൽ, പിന്നെ വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പ്രസംഗത്തിനോട് യോജിപ്പുള്ള ഒരാളല്ല വ്യക്തിപരമായിട്ട് ഞാൻ, ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഞാനത് വർഗീയവാദിയുടെ ചിത്രീകരിക്കും, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഇതാണ് അതിന്റെ വസ്തുത എന്ന് അദ്ദേഹത്തിന്റെ സമുദായത്തെ കൂട്ടി അദ്ദേഹം സംസാരിച്ചപ്പോൾ അത് അദ്ദേഹം വർഗീയവാദി അല്ലാന്ന് അദ്ദേഹം സ്വയം ഞാൻ വർഗീയത പറഞ്ഞതല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ എത്രയോ തെറ്റുകൾ ചെയ്തിട്ട് നമ്മൾ കൺഫ്യസ് ചെയ്യുന്നുണ്ട്. അതിനെ മുഖ്യമന്ത്രി അംഗീകരിച്ചു. കാരണം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ വ്യക്തി
SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി നേരത്തെ പറഞ്ഞുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ തുടക്കം കുറിച്ചത് ഇവിടുത്തെ SNDP യോഗമാണ്. ശ്രീനാരായണ ഗുരുദ്വാര. അതെ, അതിന്റെ ആ കസേരയിൽ മുൻപിരുന്ന മഹാരഥന്മാരെ കുറിച്ചൊക്കെ നമുക്കറിയാവുന്നല്ലോ. കുമാരനാശൻ 16 വർഷമേ ഇരുന്നിട്ടുള്ളൂ, ഇദ്ദേഹം 30 വർഷം ഇരുന്നു എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക യോഗ്യതയായി അവതരിപ്പിക്കുകയാണ്. ഓരോ വാചകത്തിലും ശ്രീനാരായണ ഗുരുവിനോട് താരതമ്യം ചെയ്യുകയാണ് വെള്ളാപ്പള്ളി നടേശനെ. അത്രയ്ക്ക് ഉയർത്താൻ മാത്രമുണ്ടോ വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ള ചോദ്യം, അത്രയ്ക്ക് ഉയർത്താൻ മാത്രമുണ്ടോ എന്നുള്ളതല്ല, അത്രയ്ക്ക് ഉയർത്താമോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം വരുമ്പോൾ ഓരോ വരിയിലും വെള്ളാപ്പള്ളിയെ ഗുരുവുമായി താരതമ്യം ചെയ്യുകയാണ്. ഗുരുവിൻ്റെ ആശയങ്ങൾ നടപ്പാക്കുന്നതിൽ കൃത്യമായി നടപ്പാക്കുന്നതിൽ വിജയിച്ച നേതാവാണെന്നാണ് അദ്ദേഹം പറയുന്നത്. വെള്ളാപ്പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ നേതൃശേഷിയുടെ ഭാഗമായി വലിയ തോതിൽ അവതരിപ്പിക്കാനുള്ള ശേഷി, അതായത് കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു പ്രത്യേക ശേഷി ആളുകളുടെ മനസ്സിലേക്ക് കയറും. അതെ, ആളുകളുടെ മനസ്സിലേക്ക് കയറുന്നുണ്ട്. അദ്ദേഹം വിഷം നിറച്ച വാചകങ്ങൾ പറയുമ്പോൾ അത് ആളുകളുടെ മനസ്സിലേക്ക് കയറുന്നുണ്ട്. എങ്ങനെയാണ് കയറുന്നത് എന്നുകൂടി ഈ ഘട്ടത്തിൽ അദ്ദേഹം സ്മരിക്കേണ്ടതായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്: പ്രത്യേക സരസ്വതി വിലാസമുണ്ട്, നല്ല കരുതലുണ്ടത്രേ, മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ശ്രദ്ധിച്ചിട്ടുമുണ്ടത്രേ. അതാണ് പിണറായി വിജയന്റെ മനസ്സിലാക്കൽ. അതെന്ത് മനസ്സിലാക്കലാണ്? അല്ല, സ്മൃതിയുടെ ചോദ്യത്തിന്റെ തന്ത്രം എന്താണെന്ന് എനിക്ക് വളരെ വ്യക്തമായി. ഒരു തന്ത്രവുമില്ല. ഞാൻ കേട്ട പ്രസംഗത്തിലെ വരികൾ എഴുതി വെച്ച് ഞാൻ വായിച്ചതാണ്. തീർച്ചയായിട്ടും തന്നെ എടുത്തോണ്ട് ഞാൻ സസൂക്ഷ്മം കേട്ട ഒരാളാണ്. അല്ലെങ്കിൽ ഈ ചർച്ച പങ്കെടുക്കാൻ ഞാൻ യോഗ്യരല്ല, അതുകൊണ്ടല്ല മറുപടി പറയണം. ഞാൻ ചോദിക്കുന്നത്, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ വ്യക്തിയേക്കാൾ ഉപരിയായിട്ട് SNDP ജനറൽ സെക്രട്ടറി 30 വർഷം അതിനകത്ത് തുടർച്ചയായിട്ട് വന്നെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ക്വാളിറ്റി ഇല്ലെങ്കിൽ ആ സമൂഹം അതിനെ അംഗീകരിക്കും. അത് വോട്ടെടുപ്പിലൂടെ വരുന്ന കാര്യമല്ലേ. അത് അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും അതിന്റെ ആ കസേരയോട് നീതി പുലർത്തി പ്രസംഗിക്കുക എന്ന് പറയുന്നത് സ്വാഭാവിക. SNDP ജനറൽ സെക്രട്ടറി എത്ര വലിയ വർഗീയ പ്രസംഗം നടത്തിയാലും ആ കസേരയെയാണ് ഇപ്പോൾ ബഹുമാനിക്കുന്നത്. ആ കസേരയിൽ ആരിരുന്നാലും ഈ രൂപത്തിലുള്ള ബഹുമാന വാചകങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ 2015 ഇവിടെ വെള്ളാപ്പള്ളി SNDP യോഗം അധ്യക്ഷനാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത് വെള്ളാപ്പള്ളി RSSന്റെ കാര്യങ്ങൾ നടപ്പാക്കുന്ന വ്യക്തിയാണ് എന്നാണ് പറഞ്ഞത്. RSSന്റെ ആജ്ഞാനുവർത്തി എന്ന വാചകമാണ് ഉപയോഗിച്ചിട്ടുള്ളത് 2015. 2025 ആകുമ്പോഴേക്കും എന്ത് നവോത്ഥാനമാണ് അദ്ദേഹം നടപ്പാക്കിയത് എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്കും SN ട്രസ്റ്റിന്റെ അധിപൻ എന്ന നിലയ്ക്കും വെള്ളാപ്പള്ളി നടത്തിയ നവോത്ഥാന പ്രവർത്തനങ്ങൾ അത് എത്ര പുകഴ്ത്തിയാലും തീരാത്ത അത്ര വലുതാണ് എന്ന മട്ടിലായിരുന്നു ഇന്ന് പിണറായി വിജയന്റെ പ്രസംഗം. ഈ യോഗത്തിലേക്ക്, ഈ പരിപാടിയിലേക്ക് മുഖ്യമന്ത്രി വരാമോ എന്നുള്ള ചർച്ചകളാണ് ഈ ദിവസം വരെ കേരളം നടത്തിയിരുന്നത്. അപ്പോൾ അദ്ദേഹം വന്നു കഴിഞ്ഞ് നടത്തിയ പ്രസംഗത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? താങ്കൾ അതിന്റെ ഭാഗമായിരുന്ന വ്യക്തിയാണല്ലോ. ഈ വെള്ളാപ്പള്ളി നടേശൻ മാരീജൻ്റെ വേഷം കെട്ടി വന്നിരിക്കുന്ന ഒരു ഇടപാടാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മാരീജനെ സ്വർണ്ണമാനായിട്ട് വന്നപ്പോൾ ഒത്തിരി ആകർഷണം തോന്നി എന്ന് പറയുന്നുണ്ട് സീതയ്ക്ക്. അങ്ങനെ അതിൻ്റെ പുറകെയാണ് ഇന്ന് വാസ്തവത്തിൽ മുഖ്യമന്ത്രിയും മറ്റും മന്ത്രിമാരും ഒക്കെ ആകർഷകരായിരിക്കുന്നത് എനിക്ക് തോന്നുക. അതായത് അദ്ദേഹം ചെയ്തിരിക്കുന്നത് വളരെ കൃത്യമായ നീക്കമാണ്. 2015 എന്ത് നിലപാട് ഇവിടെ സൂചിപ്പിച്ചോ ആ നിലപാട് തന്നെ എടുത്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും പോകുന്നത്. അതായത് മകന് വേണ്ടിയാണ് ഈ മാരീജൻ്റെ വേഷം കെട്ടുന്നത്. കേരളത്തിൽ ഒരു സോഷ്യൽ ഡിവൈഡ് ഉണ്ടാക്കിയാൽ സ്വാഭാവികമായും അതിൻ്റെ ഒരു പ്രയോജനം മകൻ്റെ പാർട്ടിക്ക് അല്ലെങ്കിൽ മകൻ പിന്തുണയ്ക്കുന്ന മുന്നണിക്ക്, പരസ്യമായി മകൻ അവിടെയാണല്ലോ. അപ്പോൾ ആ മകന് വേണ്ടിയിട്ട് ഒരു മാരീജ വേഷം കെട്ടി വെള്ളാപ്പള്ളി കേരള സമൂഹത്തെയും കേരളത്തിലെ LDF ഗവൺമെൻറ്റിനെയും നേതാക്കളെയും വഞ്ചിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം അവരെത്രയും നേരത്തെ തിരിച്ചറിയുന്നോ അത്രയും നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് 2019 കാലാവധി അവസാനിച്ചതാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ. അതിനുശേഷം കഴിഞ്ഞ 6 വർഷമായിട്ട് തിരഞ്ഞെടുപ്പ് നടത്താതെ ആ സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുക. അവിടെ തുടരാനായിട്ട് അർഹതയില്ല എന്ന് കാണിച്ചുകൊണ്ട് ഗവൺമെൻറ്റിലും അതുപോലെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ IG രജിസ്ട്രേഷനും ഒക്കെ ധാരാളമായ റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയും തുടർന്ന് കേസുകൾ ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുക. പലതും വളരെ നിർണായകമായ അവസ്ഥയിൽ എത്തിയിരിക്കുക. പണാപഹരണ കേസിൽ വിചാരണ നേരിടാനായിട്ട് കുറ്റപത്രം കോടതിയിലെത്തി ആ കുറ്റപത്രം ചലഞ്ച് ചെയ്തുകൊണ്ടുള്ള ഹർജികൾ തള്ളി
ഇപ്പോൾ സുപ്രീം കോടതിയിൽ പുനരന്വേഷണം കൂടുതൽ നടത്തണം എന്ന് പറഞ്ഞ് പ്രോസിക്യൂഷൻ കൊടുത്ത ഒരു ഹർജിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ തൽക്കാലത്തേക്ക് ഒരു സ്റ്റേ മേടിച്ച് നിൽക്കുകയാണ്. അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ കൊല്ലം മജിസ്ട്രേറ്റ് കോടതിയിൽ CJM കോടതിയിൽ പോയി ഹാജരായി കുറ്റപത്രം വായിച്ച് കേട്ട് വിചാരണ നേരിടേണ്ട അവസ്ഥയിലാണ് വെള്ളാപ്പള്ളി നടേശൻ നിൽക്കുന്നത്. ഇതാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംഘടനയെ സംബന്ധിച്ചോളം നടത്തിക്കൊണ്ടിരിക്കുന്ന നവോത്ഥാനം. പിന്നെ അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്ത 30 കൊല്ലങ്ങൾക്ക് മുൻപ് അദ്ദേഹം പറഞ്ഞ വാചകമാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമുദായത്തിനൊന്നും കിട്ടുന്നില്ല, സമുദായം സംഘടിക്കുന്നില്ല, വോട്ട് ബാങ്ക് ആകുന്നില്ല, അതുകൊണ്ട് രാഷ്ട്രീയ രംഗങ്ങളിലെല്ലാം അധികാര രംഗങ്ങളിലുമെല്ലാം സമുദായം ഇവിടെ മാറ്റി നിർത്തപ്പെട്ടു പോവുകയാണ് എന്ന് 30 കൊല്ലം മുമ്പ് ഈ സ്ഥാനം ഏറ്റപ്പം മുതൽ പ്രസംഗിച്ചു തുടങ്ങിയതാണ്. ഈ 30-ാം കൊല്ലത്തിലും അദ്ദേഹം മലപ്പുറത്ത് പ്രസംഗിച്ചത് അതുതന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ വാക്കുകളിൽ അദ്ദേഹം തികഞ്ഞ പരാജയമാണെന്ന് സമ്മതിക്കില്ല. 30 കൊല്ലം ഇരുന്നിട്ടും ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറയുക. പിന്നെ വർഗീയതയുടെ ആ കസേരയിൽ ശ്രീനാരായണ ഗുരുദേവൻ ഇരുന്ന ആ വലിയ സിംഹാസനത്തിൽ, അതിലൊക്കെ കുമാരനാശാൻ ഇരുന്ന സിംഹാസനത്തിലൊക്കെ ഇരുന്നുകൊണ്ട് ഇത്തരത്തിൽ സമൂഹത്തിൽ ദൂരവ്യാപകമായ ദോഷകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രസ്താവനകൾ അത് നടത്തുന്നതിന് ഒക്കെ ഒരു പരിധി ഉണ്ടാകണം. അതാണ് സമുദായ നേതാവായാലും സാമൂഹ്യ നേതാവായാലും കേരളത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ള ഒരു സാമാന്യമായ മര്യാദ. വിദ്യാസാഗർ അദ്ദേഹം അത് മുസ്ലിം വിരുദ്ധമല്ല, മുസ്ലിം ലീഗ് വിരുദ്ധമാണ് എന്നാക്കി മാറ്റുകയുണ്ടായി. രണ്ടിലും അദ്ദേഹം കേമനാണ്. നേരത്തെ നൌഷാദ് എന്നൊരു ഓട്ടോ ഡ്രൈവർ ഒരു മാൻഹോളിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ മരിച്ചപ്പോൾ ആ കുടുംബത്തിന് സഹായധനം നൽകിയപ്പോഴായിരുന്നല്ലോ ആദ്യത്തെ വർഗീയ പ്രസ്താവന. അതിനുശേഷം അദ്ദേഹം പലപ്പോഴായി ലീഗിന്റെ 5-ാം മന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് വർഗീയ പരാമർശം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ലീഗിന് 5 മന്ത്രിമാർ ഞങ്ങൾക്കെവിടെ എന്ന് പറയുന്നു. എല്ലാ കാലത്തും ഇടതുപക്ഷം ഭരിക്കുന്ന ഘട്ടത്തിൽ ഈ ഈഴവ വിഭാഗത്തിൽ നിന്ന് എത്ര മന്ത്രിമാരുണ്ടായിട്ടുണ്ട്? അതിലൊരു കുറവുണ്ടായിട്ടുണ്ടോ? അപ്പോൾ അതിങ്ങനെ താരതമ്യം ചെയ്യുകയും വിളിച്ചു പറയുകയും ചെയ്യുക, കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും മലബാറിൽ SNDP യോഗത്തിന് വേണ്ട വിധത്തിൽ അവിടെ ഒരു സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ? അങ്ങനെ ഒരു സ്വാധീനം ഈ വർഗീയ പരാമർശത്തോടു കൂടി ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള തെറ്റിദ്ധാരണയാണോ അദ്ദേഹത്തിന്? അങ്ങനെ ഈ തരത്തിലുള്ള പരാമർശം കൊണ്ട് അവിടെ സംഭവിക്കാൻ പോകുന്നത്, അഥവാ ഇപ്പം കേരളത്തിൽ മൊത്തം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈഴവ സമുദായത്തെ അതിന് ചുറ്റും ഒരു വേലി കെട്ടി ഒരു തുരുത്തിലാക്കി മാറ്റുക. തുരുത്ത് ഇൻ ദ സെൻസ് പൊതുസമൂഹത്തിൻ്റെ സ്വീകാര്യതയിൽ നിന്ന് ഈഴവ സമുദായത്തിലെ കൊള്ളാവുന്ന മനുഷ്യരെ പോലും ഒരു വേറിട്ട ആംഗിളിൽ മറ്റ് സമുദായങ്ങൾ, മറ്റ് മതക്കാർ നോക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണ്. അതാണ് ഏറ്റവും വലിയ അപകടം. വാസ്തവത്തിൽ കഴിഞ്ഞ 30 കൊല്ലം കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഈ സമുദായത്തിന് നൽകിയ വലിയ ശിക്ഷ അതാണ്. ശരി, ഒരു വ്യക്തത CK വിദ്യാസാഗർ. ഇപ്പോൾ പിണറായി വിജയൻ എന്തുകൊണ്ട് വെള്ളാപ്പള്ളിയെ പുകഴ്ത്തുന്നു എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഒരു പ്രധാനപ്പെട്ട കാരണമാണെന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഈ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ പിണറായി വിജയൻ. ഈ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഈഴവ വോട്ടുകൾ നഷ്ടപ്പെടുമ്പോൾ അത് തിരിച്ചു കിട്ടാൻ വെള്ളാപ്പള്ളിയെ പുകഴ്ത്തേണ്ടതുണ്ട് എന്നൊരു ബോധ്യത്തിലേക്ക് എത്തുകയാണെങ്കിലോ? വെള്ളാപ്പള്ളി വിചാരിച്ചാൽ മുഴുവൻ ഈഴവരും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാം എന്ന് തീരുമാനിക്കുമോ? ഇവിടെ വെള്ളാപ്പള്ളി വിചാരിച്ചാൽ ഈഴവ സമുദായത്തിൻ്റെ വോട്ട് ബാങ്ക് എല്ലാം കൂടി ഒരു വശത്തേക്ക് ഒഴുക്കാൻ കഴിയും എന്നൊക്കെയുള്ളത് ഒരു മിഥ്യാധാരണയാണ്. മുഖ്യമന്ത്രിക്ക് അത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ 2015 തെരഞ്ഞെടുപ്പ് തന്നെ മതി. അന്ന് വെള്ളാപ്പള്ളി നടേശൻ കേന്ദ്ര സർക്കാർ കൊടുത്ത ഹെലികോപ്റ്ററിൽ പൊടി പറപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനും മകനും കൂടെ ഓടി നടന്ന് പൊടി പറപ്പിച്ചുകൊണ്ട് നടന്നല്ലോ. ഞങ്ങളൊക്കെ അന്ന് വെള്ളാപ്പള്ളിയെ വിമർശിക്കുന്നതിനേക്കാളും രൂക്ഷമായ ഭാഷയിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയും അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനും അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണനും എല്ലാം വളരെ ശക്തമായി വിമർശിച്ചുകൊണ്ട് നടക്കുന്ന നാളുകളുണ്ടായിരുന്നു. അങ്ങനെയാണ് വാസ്തവത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ ഇത് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് ഈഴവ സമുദായത്തിലെ നല്ലൊരു സമൂഹം തയ്യാറാവുകയും അതിൻ്റെ പ്രയോജനം വാസ്തവത്തിൽ ഉണ്ടാവുകയും ചെയ്തു ഈ ഇടതുപക്ഷത്തിന്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ വെള്ളാപ്പള്ളി പരിശുദ്ധനായി,
ബാക്കി ഉള്ളവരെല്ലാം അത്ര പരിശുദ്ധന്മാരല്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. വാസ്തവത്തിൽ നിർഭാഗ്യകരമാണ്. വെള്ളാപ്പള്ളി നടേശൻ വിചാരിച്ചാൽ ഈഴവ സമുദായത്തിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്കിൽ അങ്ങനെ ഒരു ബാങ്ക് ഉണ്ട്. അങ്ങനെ ഒരു വോട്ട് ബാങ്ക് ഇല്ല. അങ്ങനെ ഒരു വോട്ട് ബാങ്കും ഇല്ല. അങ്ങനെ ഒരു വോട്ട് ബാങ്ക് ആക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുമില്ല. അദ്ദേഹം ഇപ്പോൾ വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് സ്വന്തം മകൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മാരീജന്റെ വേഷം കിട്ടി ആ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുക. അത് LDFകാർ തിരിച്ചറിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഇന്ന് SNDP യോഗത്തിൻ്റെയും SN ട്രസ്റ്റിൻ്റെയും മണികൾ മുഴുവനും ഈഴവ സമുദായം മൊത്തമായി കഴിഞ്ഞ 10-25 കൊല്ലക്കാലമായി SNDP ഈ നേതൃത്വം ഈ സമുദായത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 5 കൊല്ലം കൂടി അവിടെ തുടർന്നാൽ ഒരുപക്ഷെ അച്ഛനും മകനും ഈ ഫോബ്സ് പട്ടിക എന്ന് പറഞ്ഞ് സമ്പന്നരുടെ ഒരു പട്ടികയുണ്ടല്ലോ, ആ പട്ടികയ്ക്കകത്ത് ഇടം നേടി വളരാൻ കഴിയും എന്നല്ലാതെ ഈ സമുദായത്തിൻ്റെ വളർച്ചയിൽ ഒരു സംഭാവനയും നൽകാനായിട്ട് കഴിയാത്ത ദുരവസ്ഥയിലാണ് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചൂഷണം മാത്രമാണ് ഈ സമുദായത്തെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏത് വിധത്തിലാണെന്ന് എനിക്കിങ്ങനെ ഓപ്പണായിട്ട് തുറന്നു പറയാൻ. ശരി, അതിലേക്ക് എനിക്ക് കുറച്ചുകൂടി താങ്കളോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇങ്ങനെ ഒരു ചൂഷണം നടക്കുന്നുണ്ടെങ്കിൽ ആ ചൂഷണത്തിനെതിരെ അതിനകത്തുനിന്ന് തന്നെ ശബ്ദം ഉയർന്നു വരേണ്ടതുണ്ടല്ലോ. അങ്ങനെ ഉയർന്നു വന്ന ഒരു ശബ്ദമാണ് താങ്കളുടേത്. പക്ഷേ താങ്കൾ അതിൽ ഒറ്റപ്പെട്ടു പോവുകയാണെന്ന് വേണം ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ബാക്കി 2 അതിഥികളിലേക്ക് കൂടി ഒന്ന് പോയ ശേഷം താങ്കളിലേക്ക് വരാം. ശ്രീ ജോർജ് പൊടിപാറയിലേക്കും ഒപ്പം തന്നെ ശ്രീ NP ചെക്കുട്ടിയിലേക്കും. ശ്രീ NP ചെക്കുട്ടി, വെള്ളാപ്പള്ളി ആദ്യം നിലമ്പൂരിൽ നടത്തിയ പ്രസംഗം നമ്മളെല്ലാം കേട്ടതാണ്. അതിനോട് ശക്തമായ പ്രതികരണങ്ങൾ തന്നെ കേരളത്തിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം നവോത്ഥാന സമിതി അധ്യക്ഷനായി വെള്ളാപ്പള്ളി തുടരാമോ എന്ന ചോദ്യം വളരെ ശക്തമായി ഇവിടെ ഉയർന്നു വന്നതാണ്. ഈ പരിപാടിയിൽ, വെള്ളാപ്പള്ളിയെ ആദരിക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പോകാമോ എന്ന ചോദ്യം ഉയർന്നു. പക്ഷേ മുഖ്യമന്ത്രി പോകുമെന്നുള്ള കാര്യവും നമുക്ക് ഉറപ്പായിരുന്നു. അദ്ദേഹം പോയി എന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രസംഗമാണ് നടത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നാണ് ശ്രീ NP ചെക്കുട്ടി താങ്കൾക്ക് തോന്നുന്നത്? അത് യഥാർത്ഥത്തിൽ വളരെ ആശങ്കയുണ്ടാക്കുന്ന ചില പ്രവണതകൾ കേരളത്തിലെ പൊളിറ്റിക്സിൽ വികസിച്ച് വരുന്നതിൻ്റെ ലക്ഷണമാണ്. ഒന്നാമത്തെ കാര്യം, മലപ്പുറത്ത് പോയിട്ട് മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് എന്ന മട്ടിൽ അദ്ദേഹം സംസാരിക്കുന്നത് മലപ്പുറത്തിലൊരു രാഷ്ട്രീയ കക്ഷിയുടെ നേരെയാണ് എന്ന് പിന്നീട് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ മലപ്പുറത്ത് ഇദ്ദേഹം പറയുന്ന മുസ്ലിം ലീഗ് അല്ലാത്ത രാഷ്ട്രീയ കക്ഷിയുണ്ട്. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമായിട്ട് അവിടെ ആരും സങ്കല്പിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു നിലപാടാണ് അദ്ദേഹം എടുത്തത്. മുസ്ലിം വിരുദ്ധതയുടെ ഒരു സമീപനമാണ് അദ്ദേഹത്തിൻ്റെ നിലമ്പൂർ പ്രസംഗത്തിലുണ്ടായിരുന്നത്. പക്ഷേ ആ പ്രസംഗം കേരളത്തിൽ വലിയ ചർച്ചയായ സമയത്ത് മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ഗൗരവത്തോടു കൂടി ആലോചിക്കുന്ന ഒരാളാണ്. ഈ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള നിലപാടുകൾ BJP ആണ് ആ നിലപാടുകൾ ഉയർത്തുന്നത്. BJPയുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഘടകം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ഒറ്റതിരിച്ച് നിർത്തി, ന്യൂനപക്ഷങ്ങളെ ഒറ്റതിരിച്ച് നിർത്തി നടത്തുന്ന ഈ ഒരു ഹിന്ദുത്വ പ്രചാരവേലയാണ്. അത് കേരളത്തിൽ വികസിക്കുകയാണെങ്കിൽ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം മുന്നേ വരെ ഉണ്ടാക്കിയ അതിൻ്റെ എല്ലാവിധ നേട്ടങ്ങളെയും തകർക്കുമെന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയുള്ള ആളാണ് മുഖ്യമന്ത്രി. പക്ഷേ അദ്ദേഹം തന്നെ യഥാർത്ഥത്തിൽ ഒരു പരിധി വരെ ഹിന്ദുത്വ രാഷ്ട്രീയവുമായിട്ട് ഒരു കോംപ്രമൈസിന് ശ്രമിക്കുന്നു. അതിനുള്ള ഒരു പാലമായിട്ട് അദ്ദേഹം വെള്ളാപ്പള്ളിയെ കാണുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെള്ളാപ്പള്ളി കുറേ കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ വഴിയായാലും ശരി, BDJS എന്നുള്ള അവരുടെ ഒരു പോക്കറ്റ് സംഘടന വഴിയായാലും ശരി, യഥാർത്ഥത്തിൽ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുമായിട്ട് BJP RSS സംഘവുമായിട്ട് വളരെ അടുത്ത സമ്പർക്കങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ ഇപ്പോൾ ഉള്ള രാഷ്ട്രീയമായിട്ടുള്ള പ്രതിസന്ധിയിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ആ തരത്തിലുള്ള ഒരു പുതിയ അജണ്ട ഉണ്ടാക്കുന്നുണ്ട്. കോൺഗ്രസിനെതിരായിട്ട് ഒരു വിശാലമായ മുന്നണി, അതിനകത്ത് BJPക്ക് ആവശ്യമായിട്ടുള്ള ചില സീറ്റുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അടുത്ത തവണ വീണ്ടും തിരിച്ചു വരാം എന്നൊരു കാൽക്കുലേഷൻ ഉണ്ട്. ആ കാൽക്കുലേഷനിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് വെള്ളാപ്പള്ളി മാറുന്നു എന്നാണ്. വെള്ളാപ്പള്ളിയുടെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസ് ഇവിടെ ED വരാൻ പോകുന്നു, CBI വരാൻ പോകുന്നു എന്നുള്ള വാർത്തകളല്ലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ പ്രതികരണവും നമ്മൾ കണ്ടതാണ്. അത് കോടതിയിൽ നേരിടട്ടെ എന്നും രാഷ്ട്രീയമായി നേരിടുമെന്നും. അപ്പോൾ ആ നേരിടൽ എന്ന് പറയുന്നത് ഈ രൂപത്തിലാണെന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, പിണറായി വിജയൻ വലിയൊരു രാഷ്ട്രീയമായ പ്രതിസന്ധിയിലാണ്.
അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ വിശദീകരണം, അദ്ദേഹത്തിൻ്റെ മകളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മകൾ എന്ന നിലയിലാണ് വീണയെ കേസിൽ പ്രതിയാക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ PV എന്ന് പറയുന്ന പേര്, ഞാൻ PV ആയിട്ട് എനിക്കൊരു ബന്ധമില്ല, PV ഞാൻ അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ മകളായതുകൊണ്ടാണ് ഈ കേസ് ഇവളുടെ പേര് വന്നിരിക്കുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വളരെ ക്ലിയറാണ്, മുഖ്യമന്ത്രി എന്ന് പറയുന്ന പദവിയിലിരിക്കുന്ന ഒരാളോട് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി തന്നെയാണ് ഈ കമ്പനി ഇവർക്ക് പണം കൊടുത്തിരിക്കുന്നത്. അല്ലാണ്ട് മറ്റ് സർവീസൊന്നും കൊടുത്തതായിട്ട് മുഖ്യമന്ത്രിക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല, ബന്ധപ്പെട്ട കമ്പനിക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ കേന്ദ്രം ഭരിക്കുന്ന ആളുകളുമായിട്ട്, കേന്ദ്ര സർക്കാരുമായിട്ട്, ഭരിക്കുന്ന പാർട്ടിയുമായിട്ട് പലവിധ ബന്ധങ്ങൾ അദ്ദേഹത്തിന് ആവശ്യമാണ്. അതൊരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി യഥാർത്ഥത്തിൽ അത്തരം പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണർന്ന് ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന ആളാണ് പിണറായി. കാരണം വെള്ളാപ്പള്ളിയുടെ മകൻ പണ്ട് ഗൾഫിൽ പോയിട്ട് അവിടെ ഒരു കേസ് കുടുങ്ങി. ആ കേസ് കുടുങ്ങിയ സമയത്ത് എത്ര ജാഗ്രതയോടുകൂടിയാണ് മുഖ്യമന്ത്രി അതിൽ ഇടപെട്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. അപ്പോൾ ഒരു പാലം അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു പാലം ഇങ്ങോട്ട് വിടും. അപ്പോൾ അങ്ങോട്ട് വെള്ളാപ്പള്ളിക്ക് ഒരു പ്രതിസന്ധി വന്നപ്പോൾ, മകനെ ഒരു കുഴപ്പത്തിൽ ചെന്ന് കേട്ടപ്പോൾ, മകളുടെ കാര്യം വരുമ്പം വെള്ളാപ്പള്ളിയും അദ്ദേഹത്തിന് ഡൽഹിയിലൊക്കെ ഉള്ള സ്വാധീനവും ശക്തിയും ഒക്കെ ഉപയോഗിക്കും എന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടാവും. ഇതിനൊക്കെ യഥാർത്ഥത്തിൽ ഈഴവ സമുദായത്തിനെ ഒരു ബലിയാടാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു കച്ചവടമാണ്. ഞാൻ നേരത്തെ വിദ്യാസാഗറിനോട് ചോദിച്ച അതേ ചോദ്യം ഞാൻ താങ്കളോടും ചോദിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ടുകൾ വലിയ തോതിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു CPM-ന്. ആ വോട്ടുകൾ പോയിരിക്കുന്നത് BJP-യിലേക്കാണ്. അതെങ്ങനെ സംഭവിച്ചു? അത് വെള്ളാപ്പള്ളിയുടെ സ്വാധീനം കൊണ്ടാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ CPM കരുതുന്നത്. അതുകൊണ്ടാണല്ലോ വെള്ളാപ്പള്ളിയെ പിണക്കാതെ കൊണ്ടു നടക്കുന്നത്. അല്ല, ആ വോട്ടുകൾ ഞാൻ ചോദിക്കട്ടെ, മലബാർ സൈഡിലൊക്കെ വെള്ളാപ്പള്ളിക്ക് അത്ര വലിയ സ്വാധീനമൊന്നുമില്ല. പക്ഷെ മലബാർ സൈഡിലും വോട്ടുകൾ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അടിസ്ഥാന ഘടകമായിരുന്ന കീഴാള സമൂഹങ്ങൾ അവരിൽ നിന്ന് അകന്നു പോവുകയാണ്. അപ്പോൾ ആ അകന്നു പോകുന്ന വിഭാഗങ്ങളെ ഇനി അടുപ്പിക്കാനുള്ളൊരു വഴി മുഖ്യമന്ത്രിയും എല്ലാവരും കാണുന്നൊരു കാര്യം, ഇതിനകത്ത് വർഗീയമായിട്ടുള്ള ഒരു പ്രചാരവേല വഴി ഈ സമുദായങ്ങളെ രാഷ്ട്രീയമായിട്ട് കൂടെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് BJP-യും ചെയ്യുന്നുണ്ട്. BJP ഇവർ തമ്മിൽ ഒരു പരസ്പര സഹകരണത്തിന്റെ അന്തരീക്ഷം പല സ്ഥലങ്ങളിലും ഉണ്ടായി വരുന്നുണ്ട്. അതൊരു റിയാലിറ്റിയാണ്. തൊട്ടു പിന്നാലെയാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് നോമ്പുകാലത്ത് മലപ്പുറത്ത് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കിട്ടില്ല എന്ന്. അപ്പോൾ അതിനൊരു തുടർച്ചയുണ്ടാവുകയാണ്. വെള്ളാപ്പള്ളിക്ക് വേണ്ടി ശശികല വരികയാണ്. ഇങ്ങനെയാണ് അതിന്റെ ഒരു റൂട്ട് അങ്ങനെയാണ്. ഞാൻ പറയില്ലേ, BJP RSSന്റെ നിലപാടുകൾ നമുക്കൊരു പുതിയ സംഭവമൊന്നുമല്ല. എല്ലാ കാലത്തും അവർ ഇവിടെ നമ്മുടെ മണ്ണാർക്കാട് അടുത്തൊരു ആന ചരിഞ്ഞൊരു സംഭവം ഉണ്ട്. എങ്ങാണ്ട് ഇത് വായിലെന്തോ പൊട്ടിയിട്ട് ചരിഞ്ഞു പോയതാണ്. അത് മലപ്പുറത്താണ് ആന. സത്യത്തിൽ മലപ്പുറത്തിൻ്റെ അപ്പോൾ പാലക്കാട്ടാണ് ആന ചരിഞ്ഞത്. അതുപോലും മലപ്പുറക്കാരുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ കക്ഷി നേതാക്കളുമാണ് ഡൽഹിയിലിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള എന്ത് വിഷയം കിട്ടിയാലും മുസ്ലിങ്ങൾ അടിക്കുക എന്നുള്ളത് അവരുടെ ഒരു അജണ്ടയാണ്. ആ തരത്തിലുള്ള അജണ്ട മലപ്പുറത്ത് ഞാൻ ചോദിട്ടെ, നോമ്പ് കാലത്ത് സുരേന്ദ്രന് വെള്ളം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ ചിരിക്കൂലേ? പണ്ട് ഇതേ തരത്തിലുള്ള പ്രചാരവേല ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞു. അതിനോട് നോമ്പുകാലത്ത് വയറ് പൊട്ടുന്ന രീതിയിൽ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് നമുക്കൊക്കെ അനുഭവമില്ലേ ശ്രീ എൻ പിച്ചക്കുട്ടി? ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അല്ലേ, നമുക്ക് അടുത്ത വീടുകളിൽ നിന്നും എന്തൊക്കെയാണ് വിഭവങ്ങൾ വരാറ്? ഈ നാട്ടിലല്ലേ ജീവിക്കും. അല്ല, ഞാൻ പറയുന്നത് ഇതൊക്കെ ഞാൻ ഈ മലബാറിൽ ജീവിക്കുന്ന ആളാണ്. എനിക്ക് ഈ പ്രദേശവുമായിട്ട് വളരെ അടുത്ത ബന്ധങ്ങളുണ്ട്. ഈ പറയുന്ന സുരേന്ദ്രനും ഈ നാട്ടുകാരനാണ്. സുരേന്ദ്രൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അദ്ദേഹം മനഃപൂർവ്വം കള്ളം പറയുന്നു. പക്ഷേ ആ തരത്തിലുള്ള കള്ളത്തരം പ്രചരിപ്പിക്കൽ BJP-യുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്, വർഗീയ വിഭജനത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിന് സത്യത്തെ വെള്ളാപ്പള്ളിയെ പോലെ ഒരാൾ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. അദ്ദേഹം നാരായണഗുരുവിൻ്റെ പേരിലൊരു പ്രസ്ഥാനത്തിൻ്റെ, ശ്രീനാരായണ ധർമ്മ പരിപാലന പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണ്. അദ്ദേഹം എന്തിനു വേണ്ടി അവിടെ ഇരിക്കുന്നതായാലും ശരി, അദ്ദേഹത്തിന് കാശുണ്ടാക്കാനായിരിക്കും. പക്ഷെ എന്തായാലും ശരി, നാരായണഗുരുവിനെ പോലെ ഒരാളോട് ചെയ്യുന്ന അനീതിയാണ് സത്യത്തിൽ ഈ വെള്ളാപ്പള്ളിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനം. കാരണം ഗുരു ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ അംഗീകരിക്കില്ല. സാമുദായികമായിട്ടുള്ള ഭിന്നത ഒരിക്കലും ഗുരുവിൻ്റെ രാഷ്ട്രീയ ചിന്തയുടെ ഭാഗമല്ല. എല്ലാവരെയും ഒന്നിപ്പിച്ച് നിർത്തുന്ന ഒരു ദർശനമാണ് ഗുരുവിൻ്റേത്. അതിനെ അപഹസിക്കുന്ന, അതിനെ അപമാനിക്കുന്ന ഒരു നിലപാടിലേക്ക് വെള്ളാപ്പള്ളി പോയിട്ടുണ്ട്. പിണറായി വിജയൻ ഏറ്റവും ചുരുക്കി ഗുരുവിനോട് ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ആളെ പുകഴ്ത്താൻ വേണ്ടി സമയം മെനക്കെടുത്താൻ പാടില്ലായിരുന്നു. ശ്രീ വിദ്യാസാഗർ
പ്രവർത്തകർ ഇന്ന് പിണറായി വിജയൻ നടത്തിയ പ്രസംഗത്തിൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം എല്ലാ ഘട്ടത്തിലും എല്ലാവരും യോജിപ്പിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ വ്യക്തിപരമായി ശ്രമിച്ച ആളാണ് എന്ന്. ഈ നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ളൊരു ഐക്യത്തിനുള്ള ശ്രമം നടന്നിരുന്നല്ലോ, അത് പാതി വഴിയിൽ തകരുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ ചേർത്തുകൊണ്ടാണ് പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ പുകഴ്ത്തിയിരിക്കുന്നത്. അതെങ്ങനെയാണ് ആ ശ്രമങ്ങൾ ഏത് വഴിയിലാണ് തെറ്റിയത്? അതിൽ NSS തന്നെ പിന്നീട് അതിനോട് യോജിക്കാതെ മാറി നിൽക്കുന്നൊരു ചരിത്രവും ഉണ്ടല്ലോ. ആദ്യം അദ്ദേഹം നായരീഴവ ഐക്യത്തിന് പുറപ്പെട്ടു. നായരീഴവ ഐക്യം എന്ന് പറഞ്ഞിട്ട് കുറച്ചു കാലം അത് ആയിട്ടാണ് നടന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും NSSന് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ ഈ ഐക്യം എന്ന് പറയുന്നത് അത് മറ്റൊരു മാരീച വേഷമാണെന്ന് തോന്നിയതുകൊണ്ട് അവരതിൽ നിന്ന് പിന്മാറി. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം കണ്ടുപിടിച്ചതാണ് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരുടെ ഐക്യം എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു പ്രത്യാഘാതം ഉണ്ടായ ഒരു ഫലം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇഴവ സമുദായത്തിന് ഒരു പരിധിവരെ അത് സാമൂഹ്യമായി അന്നേ വരെ പിന്നോക്ക അധസ്ഥിത വിഭാഗങ്ങൾ SNDP യോഗത്തെ ഒരു തലവണ്ടിയായിട്ടാണ് കണ്ടിരുന്നത്. കേരളത്തിലെ അടിസ്ഥാന വർഗ്ഗങ്ങളുടെ അധസ്ഥിത വർഗ്ഗങ്ങളുടേതായ വിഷയങ്ങൾ ഈഴവരുടെ മാത്രം വിഷയമല്ല, അധസ്ഥിത വിഭാഗങ്ങളുടെ എല്ലാം അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നിലപാടുകൾ സ്വീകരിക്കുകയും പോരാടുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഉണ്ടായ SNDP യോഗത്തിന് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു. ഈ നായാടി മുതൽ നമ്പൂതിരി വരെയും നായരീഴവ ഐക്യത്തിനും കൂടെ പോയപ്പോൾ സംഭവിച്ചത് ഈ SNDP യോഗത്തെ ഒരു നേതൃസ്ഥാനത്ത് കണ്ട് ഒരു തലവണ്ടിയായി കണ്ടുകൊണ്ട് SNDP യോഗത്തോട് ചേർന്ന് നിന്നിരുന്ന സാമൂഹ്യ വിഭാഗങ്ങളുണ്ടായിരുന്നു. ആ പിന്നോക്ക അധസ്ഥ സാമൂഹ്യ വിഭാഗങ്ങൾ വലിയ അളവിൽ ഈഴവ സമുദായത്തിൽ നിന്നും ഒറ്റപ്പെടുന്നു. SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിൽ നിന്നും മാറിയിട്ട് അവർ പ്രത്യേകമായിട്ടുള്ള സംഘടനാ സംവിധാനത്തിലൂടെ കൂട്ടായ്മ ഉണ്ടാക്കാൻ ശ്രമിച്ചു, SNDP യോഗത്തെ ഒഴിവാക്കിക്കൊണ്ട്. അപ്പോൾ കക്ഷത്തിൽ ഇരുന്നതുമില്ല, ഉത്തരത്തിൽ നിന്ന് എടുക്കാൻ പോയതുമില്ല എന്ന മട്ടാണ് SNDP യോഗത്തിന് അതുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു പ്രയോജനം എന്നെനിക്ക് കൃത്യമായിട്ട് പറയാം. ഈ പിന്നോക്ക വിഭാഗങ്ങളുമായിട്ടൊക്കെ നിരന്തരമായിട്ടുള്ള സമ്പർക്കത്തിലും ആ മൂവ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സമയമല്ലേ ആ കാലത്തും പിന്നീടും ചെലവഴിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് നല്ല ബോധ്യമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ആരാണ് കൂട്ട്? ഇപ്പോൾ പിന്നോക്ക വിഭാഗങ്ങളില്ല, നായാടിയില്ല, നമ്പൂരിയില്ല, പിന്നെ ഉള്ളത് നമുക്കിവിടെ ഉള്ളത് മുസ്ലിം സമൂഹവും ക്രിസ്ത്യൻ സമൂഹവുമാണ്. ആ രണ്ട് സമൂഹങ്ങളെയും സ്ഥാനത്തും അസ്ഥാനത്തും ഇപ്പോൾ ഈ പറയുന്നത് പോലെ വിധത്തിലുള്ള വളരെ മോശപ്പെട്ട രീതിയിലുള്ള പരാമർശങ്ങളിലൂടെ അവരെയും ഏലിനേറ്റ് ചെയ്തു, അന്യവൽക്കരിച്ചിരിക്കുക. ഫലം എന്താണെന്നറിയുമോ? ഒരു സ്ഥാനാർത്ഥിയായിട്ട് പൊതുസമൂഹത്തിനും കൂടെ സ്വീകാര്യമാകുന്ന വ്യക്തിത്വങ്ങൾ SNDP യോഗത്തിൻ്റെ വേദികളിലൂടെ ഉയർന്നു വന്നാൽ മാത്രമേ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തേക്ക് അവർക്കൊക്കെ പ്രവേശിക്കാനും ചെറുതും വലുതുമായ ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുത്തുകൊണ്ട് ചെറുതും വലുതുമായ സ്ഥാനങ്ങളിലേക്കൊക്കെ എത്താൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ ഒരു ഈഴവ സ്ഥാനാർത്ഥി എവിടെയെങ്കിലും, അത് പഞ്ചായത്തിലായിക്കോട്ടെ, ബ്ലോക്കിലായിക്കോട്ടെ, അസംബ്ലിയിലായിക്കോട്ടെ, നിന്ന് മത്സരിച്ചാൽ അയാളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പെട്ടെന്ന് അത് വെള്ളാപ്പള്ളിയുടെ ആള് എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി പ്രതിദാനം ചെയ്യുന്ന, വെള്ളാപ്പള്ളി ഉന്നയിക്കപ്പെടുന്ന ദുഷിച്ച ആരോപണങ്ങളുടെ ആ പാടുകൾ, ആ കറ, ആ പുക, ആ നിൽക്കുന്ന മനുഷ്യൻ്റെയും കൂടെ ശുഭ്രതയുള്ള ആളാണെങ്കിൽ പോലും ആ ശുഭ്രതയിൽ കളങ്കമായി മാറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണ്. ഇവിടെ ഒരു മണ്ഡലത്തിൽ പോലും ഈഴവരുടെ മാത്രം വോട്ട് കൊണ്ട് ജയിച്ചു വരാവുന്ന ഒരു കാലാവസ്ഥയല്ല ഉള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഈ സമൂഹത്തിൽ, ഈ രാഷ്ട്രീയത്തിൽ ഒക്കെ ഈ സമുദായത്തിന് അർഹമായിട്ടുള്ളൊരു പ്രാതിനിധ്യം കിട്ടുകയും അവരൊക്കെ കുറേയെല്ലാം പേര് ജയിച്ചു വരികയും അധികാര സ്ഥാനങ്ങളിലും ഭരണസ്ഥാനങ്ങളിലും ഒക്കെ എത്തിച്ചേരുകയും ചെയ്യണമെങ്കിൽ പൊതുസമൂഹത്തിന് സ്വീകാര്യമായ വ്യക്തിത്വങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് SNDP യോഗം പരിശ്രമിക്കണം. ഇതിവിടെ അങ്ങനെയല്ല. പൊതുസമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുന്ന വിധം ഈഴവ സമുദായത്തിലെ സാമർഥ്യമുള്ള, പൊതുപ്രവർത്തന ശേഷിയുള്ള, സാമാന്യം നല്ല ഐഡൻറ്റിറ്റിയുള്ള മനുഷ്യരെ പോലും ഇത്തരത്തിലുള്ള ഒരു പുകപടലത്തിൽ പെടുത്തി അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, സ്വയം വേലി കെട്ടി
പൊതുസമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഈഴവ സമുദായത്തെ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നു. അതാണ് വെള്ളാപ്പള്ളി ഈഴവ സമുദായത്തോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹം. അപ്പോൾ എന്താണ് സമുദായത്തിനകത്തു നിന്നും ശക്തമായ ശബ്ദം ഉയരാത്തത് എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ ശ്രീ സി കെ വിദ്യാസാഗർ. ഇപ്പോൾ മൈക്രോ ഫിനാൻസ് കേസ്, അത് താങ്കൾ പറഞ്ഞതുപോലെ ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നു, ചോദിക്കുമ്പോൾ അന്വേഷണം നീങ്ങുകയാണെന്ന് പറയും, പക്ഷേ അത് അതിന്റെ അന്തിമ രൂപത്തിലേക്ക് അത് എത്തുന്നില്ല. പിന്നെ ഈ SNDP ഓഫീസിൽ തന്നെ ആത്മഹത്യ ചെയ്തല്ലോ ഒരാൾ, മഹേഷ് എന്നൊരു വ്യക്തി. അദ്ദേഹം ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ അന്ന് ചർച്ചയായതാണ്. ഇപ്പോൾ അതെല്ലാം എല്ലാം ഇപ്പോൾ അത് മാഞ്ഞു പോയിരിക്കുന്നു, മറന്നു പോയിരിക്കുന്നു. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇതെല്ലാം കോൾഡ് സ്റ്റോറേജിലാക്കുവാനായിട്ട്, അല്ലെങ്കിൽ കോൾഡ് സ്റ്റോറേജിൽ നിന്ന് പുറത്തെടുക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണ് ഈ മാരീച വേഷത്തിൽ വെള്ളാപ്പള്ളി നടേശൻ LDFിനോടും കളിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ BJPയോടും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഡിവൈഡ് ഉണ്ടാക്കിയാൽ കുറച്ച് പേരെ BJPക്ക് ചേർത്ത് കൊടുക്കാം മകന് സഹായം. പക്ഷേ അടുത്ത തവണയും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകണം, LDF വളരെ മെച്ചപ്പെട്ടിരിക്കുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തനിക്കെതിരെയുള്ള കേസുകളെല്ലാം ഈ ശീതീകരണിയിൽ എത്ര കൊല്ലമായിട്ടിരിക്കുന്നു എന്നറിയാമോ, ശീതീകരണിയിൽ തന്നെ ഇരുന്നു കൊള്ളും എന്ന് അദ്ദേഹത്തിനറിയാം. അങ്ങനെ ഒരു വെടിക്ക് 2 പക്ഷിയല്ല 3 പക്ഷിയെ തന്നെ ഉന്നം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കളി വിജയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. അവിടെയാണ് പ്രശ്നം. ശ്രീ ജോർജ് പൊടിപാറ, എന്തുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് ഇതൊക്കെ സാധ്യമാകുന്നു? വെള്ളാപ്പള്ളിയുടെ മകന് BJPയുമായി സഹകരിക്കാം, BDJS ഉണ്ടാക്കി പോകാം, വെള്ളാപ്പള്ളിക്ക് ശോഭാ സുരേന്ദ്രന് വേണ്ടി വോട്ട് ചോദിക്കാൻ ഇറങ്ങാം, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഇറങ്ങാം. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ 30ാം വാർഷിക പരിപാടിയിൽ പിണറായി വിജയൻ അദ്ദേഹത്തെ പുകഴ്ത്തി പ്രസംഗിക്കുകയും ചെയ്യും. ഇതെങ്ങനെ നടക്കുന്നു, എങ്ങനെ സാധിക്കുന്നു? സ്മൃതി, ഇത് വെള്ളാപ്പള്ളിക്ക് മാത്രം കഴിയുന്ന ഒരു വല്ലാത്ത മയ്യഭ്യാസമാണെന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത് ഇത്രയും വിജയകരമായിട്ട് നിർവഹിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അതിനൊറ്റ കാരണമേ ഉള്ളൂ. വെള്ളാപ്പള്ളി പ്രതിനിധാനം ചെയ്യുന്നത് ഗുരുദേവൻ സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ് SNDP. അതുപോലെ തന്നെ അദ്ദേഹം അതിന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് ആ ഗുരുദേവ ദർശനത്തിന്റെ ഒരു പ്രവാചകൻ അല്ലെങ്കിൽ അപ്പോസ്തലനായിട്ടാണ്. മാത്രമല്ല, ഈ ഈഴവ സമുദായം എന്ന് പറയുന്നത് ഒരു സമുദായം എന്ന നിലയ്ക്ക് എടുത്താൽ കേരളത്തിലെ ഏറ്റവും ഏറ്റവും ശക്തിയുള്ള, ഏറ്റവും കൂടുതൽ ജനസംഖ്യയിൽ ഏറ്റവും വലിയ പെർസെൻറ്റേജ് ഉള്ള സമുദായമാണ്. മാത്രമല്ല, കാലങ്ങളായിട്ട് ആ സമുദായത്തിന്റെ ആഭിമുഖ്യം ഇടതുപക്ഷമായിട്ടാണ്. അപ്പൊ ഇടതുപക്ഷത്തിന്റെ ഒരു പിന്തുണ ഈ സമുദായത്തിന് കിട്ടുമ്പോൾ, സമുദായത്തിന് എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളിക്ക് കിട്ടുമ്പോൾ, അദ്ദേഹം രാഷ്ട്രീയത്തിലും സാമൂഹ്യ മണ്ഡലത്തിലും അദൃശ്യനാകുന്നു അല്ലെങ്കിൽ അജയ്യനാകുന്നു എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹത്തിന്റെ ആ ഒരു പിന്തുണയുടെ ബലത്തിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നതൊക്കെയും നടത്തുന്നു. മാത്രമല്ല, അദ്ദേഹം വളരെ വളരെ തന്ത്രജ്ഞനായ ഒരു രാഷ്ട്രീയക്കാരനേക്കാൾ വലിയ മെയ്വഴക്കത്തോടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഒരേ സമയം BJPയും അതേസമയം തന്നെ ഇടതുപക്ഷത്തെയും ഇങ്ങനെ കൈവെള്ളയിൽ കൊണ്ടുനടക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിനൊപ്പം നരേന്ദ്രമോദിയുണ്ട്, അദ്ദേഹത്തോടൊപ്പം അമിത്ഷാ ഉണ്ട്, അദ്ദേഹത്തോടൊപ്പം കേരളത്തിലെ BJP അധ്യക്ഷന്മാരുണ്ട്. അതിനേക്കാൾ ശക്തമായിട്ട് കേരളത്തിലെ CPM എന്ന് പറയുന്ന പ്രസ്ഥാനവും ആ പ്രസ്ഥാനത്തെ നയിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അതിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരുണ്ട്. അല്ലെങ്കിൽ സ്മൃതി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും പ്രകടമായിട്ട് ഈ അടുത്ത കാലത്ത് ആരെങ്കിലും ജാതി പറഞ്ഞിട്ടുണ്ടോ, വർഗീയത പറഞ്ഞിട്ടുണ്ടോ? വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പ്രസംഗം എന്ന് പറയുന്നത് എത്രയൊക്കെ മായ്ക്കാൻ ശ്രമിച്ചാലും, അദ്ദേഹം എത്രയൊക്കെ അതിന് ന്യായീകരണങ്ങൾ ചമയ്ക്കാൻ ശ്രമിച്ചാലും, മലപ്പുറം എന്ന് പറയുന്ന ഒരു പ്രത്യേക രാജ്യമാണ്, അവിടെ മറ്റു സമുദായക്കാർക്കെല്ലാം ശ്വാസം മുട്ടുന്നു, അവിടെ ജീവിക്കുക എന്നുള്ളത് അതൊരു മുസ്ലിം പ്രവിശ്യയാണ്, ഒരു മിനി പാകിസ്ഥാനാണെന്ന് പറയുന്നതിന് തുല്യമല്ലേ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. പിന്നീട് അദ്ദേഹം വളരെ സമർത്ഥമായിട്ട് ഞാൻ ഒരു സമുദായത്തിനെതിരെ അല്ല പറഞ്ഞത്, മറിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെയാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും മലയാളിക്കും സ്മൃതി അടക്കം അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സത്യം അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞതിനേക്കാൾ എന്നെ വേദനിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നത്, അത് പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കാൻ വെള്ളാപ്പള്ളി പോലും ബുദ്ധിമുട്ടുമ്പോൾ അതിനകത്ത് അദ്ദേഹത്തെ ന്യായീകരിക്കാൻ മുഖ്യമന്ത്രി എത്ര ശക്തമായിട്ടാണ് ഇടപെടുന്നത്, എത്ര വീറോടെയാണ്, എത്ര ആത്മാർത്ഥതയോടാണ് അദ്ദേഹം വെള്ളാപ്പള്ളിയെ വെള്ളപൂശുന്നത്. അദ്ദേഹം തികഞ്ഞ മതേതരവാദിയാണെന്നുള്ള വലിയ സർട്ടിഫിക്കറ്റ് അല്ലേ ഇത്രയും വലിയൊരു വേദിയിൽ കൊടുക്കുന്നത്. വെള്ളാപ്പള്ളി പറഞ്ഞതിനെ മുഖ്യമന്ത്രി എൻഡോഴ്സ് ചെയ്യല്ലേ ചെയ്യുന്നത്. വെള്ളാപ്പള്ളി പറഞ്ഞത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്കെതിരെയാണ്, അല്ലാതെ മുസ്ലിം സമുദായത്തിനെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതിക്കെതിരെയോ സമുദായത്തിനെതിരെയോ അല്ല പറഞ്ഞത്.
വെള്ളാപ്പള്ളി ഈ ഒരു പ്രത്യേക വലിയ രാഷ്ട്രീയ മികച്ച പാർട്ടിയെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ച ഒരു കാലം കൂടി അത് അത്ര പഴയ കാലമല്ല. അതാണല്ലോ സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് സി പി എമ്മിന്റെ കൂടെ ഇപ്പൊ മുസ്ലിം ലീഗ് ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾ അങ്ങോട്ട് വരാൻ തയ്യാറാണ് എന്ന രീതിയിൽ ഒരു സൂചന കൊടുത്താൽ, ഇപ്പൊ ഈ അടുത്ത കാലത്ത് പറഞ്ഞതെല്ലാം അതേപടി കോൾഡ് സ്റ്റോറേജിൽ നേരത്തെ എന്റെ പ്രിയപ്പെട്ട ഞാൻ ബഹുമാനിക്കുന്ന അഡ്വക്കേറ്റ് വിദ്യാസാഗർ പറഞ്ഞ പോലെ അതെല്ലാം കോൾഡ് സ്റ്റോറേജിലേക്ക് കുത്തിക്കയറ്റിയിട്ട് ചുവപ്പ് പരമാവധി വിരിക്കാൻ, അതായത് മുസ്ലിം ലീഗിനോളം മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനമില്ല കേരള രാഷ്ട്രീയത്തിൽ. മുസ്ലിം ലീഗിന്റെ ആ ഒരു സുവർണ കാലഘട്ടം അല്ലെങ്കിൽ സുവർണ ലിപികളിൽ എഴുതേണ്ടതാണ് മുസ്ലിം ലീഗ് കേരള രാഷ്ട്രീയത്തിൽ, കേരള സമൂഹത്തിൽ, കേരള സമുദായത്തിൽ നൽകിയ സംഭാവനകൾ എന്ന് പറഞ്ഞ് തിരുത്തിയിട്ട് മുസ്ലിം ലീഗിന് ചുവപ്പ് പരവതാനി വിരിച്ചു കൊടുക്കില്ലേ? അത് കിട്ടില്ല എന്ന് കണ്ടപ്പോഴാണല്ലോ, കിട്ടാത്ത മുദ്രിങ്ങയാണല്ലോ പൊളിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ ഏത് രീതിയിലാണ് ലീഗിനെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരാൻ, മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കാൻ CPM ശ്രമിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ഇത്രയും ഞാണിന്മേൽ കളി നടത്തുന്ന, ഇത്രയും രണ്ട് വഞ്ചിയിൽ കാലുകുത്തി കേരള സമൂഹത്തെ ഇത്രത്തോളം കബളിപ്പിക്കുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം ആ 30 വർഷക്കാലമായിട്ട് കേരള സമൂഹത്തിന്റെ നിർഭാഗ്യം എന്ന് വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഈഴവ സമുദായത്തിന്റെ SNDP പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ നിർഭാഗ്യങ്ങളിൽ ഒന്ന് വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ഒരു ധാർമ്മികതയില്ലാത്ത, ഒരു നൈതികതയില്ലാത്ത, ഒരു ഗുരുദേവ ദർശനവും ഇല്ലാത്ത, വളരെ പ്രായോഗികമായി രാഷ്ട്രീയ നേട്ടങ്ങൾ, തന്റെ വ്യക്തിപരമായ നേട്ടങ്ങൾ മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരാള് ഇത്രയും വലിയ പ്രസ്ഥാനത്തിന്റെ ഗുരുദേവൻ സ്ഥാപിച്ച ഈ മഹാപ്രസ്ഥാനത്തിന്റെ കേരളത്തിന്റെ ചരിത്രത്തിലെ വഴിവിളക്കായി മാറേണ്ട, ഇന്നും ഇതിനേക്കാൾ വലിയൊരു ഒരു ആദർശം നമുക്ക് വേറെ എവിടെയെങ്കിലും പറയാൻ പറ്റൂ? രണ്ടുപേരുടെ ആദർശങ്ങളാണ് ലോകത്തിന് വഴിവിളക്കായത്. ഒന്ന്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ യേശുദേവനെ പോലെ, ജാതി വേണ്ട, മതം വേണ്ട, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്ന ഗുരുദേവ ദർശനം പോലെ ഇത്രയും മഹത്തായ, ഇത്രയും ഉദാത്തമായ ഒരു ദർശനം അതൊരു മലയാളി അത് ലോകത്തിന് സംഭാവന ചെയ്തത് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ നമ്മുടെ ഈ പറഞ്ഞ വള്ളത്തോട് പറഞ്ഞ പോലെ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ശരീരത്തില് നമ്മുടെ രോമം നമുക്കൊരു വല്ലാത്ത കുളിരുണ്ടാവും, വല്ലാത്തൊരു രോമാഞ്ചം ഉണ്ടാവും. അങ്ങനെയുള്ള മഹാപ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിട്ട് ഇരുന്നുകൊണ്ട് ഇത്രയും വലിയ ഞാണിന്മേൽ കളി, സ്വന്തം കാര്യത്തിന് വേണ്ടി ഒരു പ്രസ്ഥാനത്തെ ഇത്രയും കാലമായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ആ 30-ാം വർഷത്തിൽ വന്നു നിന്നുകൊണ്ട് ഇത്രയും വലിയ സർട്ടിഫിക്കറ്റുകൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അതും ഒരാഴ്ച തികയും മുമ്പ് കേരളത്തിന്റെ എന്താ പറയാ ഈ പറഞ്ഞ രീതിയിൽ കേരളത്തിന്റെ ഈ സാമൂഹ്യ മണ്ഡലത്തിൽ വല്ലാതെ വിഷം കലർത്താൻ, അല്ലെങ്കിൽ അതിനകത്ത് വല്ലാത്ത ജാതീയത കലർത്തി മതനിരപേക്ഷതയുടെ സ്ഥാനത്ത് മതവൈരം, ഒരുതരം ഇപ്പൊ തന്നെ അടുത്ത കാലത്ത് കേരളം കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഒരു ഇസ്ലാമോഫോബിയ വളർത്താൻ എല്ലാ തരത്തിലുള്ള ശ്രമം നടക്കുന്നതിനിടയ്ക്ക് ആ മണ്ണിൽ ചെന്ന് നിന്ന്, നിലമ്പൂര് ചെന്ന് നിന്ന് ആ മണ്ണിൽ നിന്നുകൊണ്ട് ആ ഇസ്ലാമോഫോബിയ വളർത്താൻ, അല്ലെങ്കിൽ അതിനെ അടിവരയിടാൻ, അതിന് ആക്കം കൂട്ടാൻ ശ്രമിച്ച ഒരാൾക്ക് ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് വന്ന് ഇത്രയും വലിയ സർട്ടിഫിക്കറ്റ്, മതനിരപേക്ഷതയുടെ ഉദാഹരണം, മതനിരപേക്ഷതയുടെ എന്താ പറയാ മഹാപ്രതീകം എന്ന് വാഴ്ത്തുപാട്ട് പാടണമെന്നുണ്ടെങ്കിൽ സരസ്വതി വിലാസം എന്നൊരു വാക്ക്, സത്യം പറഞ്ഞാൽ ഈ വെള്ളാപ്പള്ളി നടേശന് സരസ്വതി വിലാസം അല്ല ഉള്ളത്, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന വികട സരസ്വതിയാണ് എന്ന് തിരുത്താനാണ് എനിക്ക് ആഗ്രഹം. അങ്ങനെയാണ് സത്യത്തിൽ കരുതേണ്ടത്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഈ സ്ഥാനത്തിരിക്കുന്ന ഒരാള് ഇത്രയും പച്ചയ്ക്ക് പറയില്ല. വികട സരസ്വതി എന്നൊക്കെ പറയുമ്പോൾ ശ്രീ ജോർജ് പൊടിപ്പാറ, അത് കുറഞ്ഞു പോകില്ലേ? കാരണം വികട സരസ്വതി എന്ന് പറയുന്ന ഒരു അബദ്ധം പറ്റലാണ്. ഇത് അബദ്ധമല്ലല്ലോ, ബോധപൂർവം പറയുന്ന കാര്യങ്ങളല്ലേ? ശരി ശരി, തീർച്ചയായും. അതെ, സരസ്വതി വിലാസം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അങ്ങനെ ആളുകളിലേക്ക് കയറി ചെല്ലുന്ന രൂപത്തിൽ, വളരെ ഷാർപ്പായിട്ട് കാര്യങ്ങൾ സ്വാധീനിക്കുന്ന രൂപത്തിൽ വാചകങ്ങൾ വരുന്നു എന്നാണ് പിണറായി വിജയൻ ഉദ്ദേശിച്ചത്. അത് എങ്ങനെ സ്വാധീനിക്കുമെന്നുള്ളതാണല്ലോ നമ്മുടെ ചോദ്യം. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ്, അത് മതമേലധ്യക്ഷന്മാരായാലും ആരായാലും മോശം പരാമർശം നടത്തിയാൽ കൃത്യമായി പ്രതികരിക്കാൻ അറിയുന്ന രാഷ്ട്രീയ നേതാവാണ് എന്ന രൂപത്തിലാണ് കേരളം ഇതുവരെ കണ്ടിട്ടുള്ളത്. നികിഷ്ടജീവി പരാമർശം താമരശ്ശേരി ബിഷപ്പിനെതിരെ ഏത് ഘട്ടത്തിലാണ് ഉയർത്തിയതെന്ന് നമുക്കറിയാം. അത് മത്തായി ചോക്കയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണത്തിലുള്ള മറുപടിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ ബോഡി വേസ്റ്റ് എന്ന പ്രയോഗം, പ്രവാചകന്റെ തിരുമുടി എന്ന പ്രയോഗത്തിനെ എങ്ങനെയാണ് അത്തരം അന്ധവിശ്വാസങ്ങൾ പാടില്ല എന്ന രൂപത്തിൽ മുഖ്യമന്ത്രി ഇതിനോട് ശക്തമായി പ്രതികരിച്ചതെന്നും കണ്ടതാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ കാലം 2025 എത്തുമ്പോൾ പിണറായി വിജയൻ പിന്നോട്ട് നടക്കുകയാണോ? സ്മൃതി, ഞാൻ ഒറ്റയ്ക്കാണല്ലോ, അപ്പൊ അതിന് ഇവർക്ക് 3 പേർക്കുള്ള മറുപടി 2 വാചകത്തിൽ പറഞ്ഞിട്ട് ഈ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ ശ്രമിക്കാം.
അതായത് ഇവിടെ എന്റെ പ്രിയപ്പെട്ട ജോർജ് ജോസഫ് പുളിവാർ സാറ് ഇവിടെ SNDP കുറിച്ച് എല്ലാം ഇവിടെ ഘോരഘോരം പ്രസംഗിച്ചു. അത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യ ഇപ്പൊ കേരളത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ എത്ര MLA-മാരുണ്ട് SNDPക്ക്? അല്ലെങ്കിൽ ഈഴവ സമുദായത്തിൽ തൃപ്പൂണിത്തുറ MLA K ബാബു മാത്രമേ വേറെ MLA നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ആ സമൂഹത്തിനോട് ഇത്രയ്ക്ക് അവഗണന കാണിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലുണ്ട്. അപ്പൊ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ സമൂഹത്തിന് വേണ്ടി ശബ്ദം ഉയർത്തുന്ന എന്താ തെറ്റ് പറയുന്നത്? ഇനി ഞാൻ ഏറെ ബഹുമാനിക്കുന്നത് ജയക്കുട്ടി സാർ പറഞ്ഞതിന് മറുപടി പറയാണ്ട് ഈ ചർച്ച മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. എന്റെ ഭാഗത്ത് അദ്ദേഹം വെള്ളാപ്പള്ളിയെ വർഗീയവാദിയും മലപ്പുറം ജില്ലയെ കുറിച്ച് പറഞ്ഞ വാക്കുകളോട് ഞാനും ആദ്യഘട്ടം തന്നെ എതിര് പറഞ്ഞതാണ്. പക്ഷെ എനിക്കൊരു ചോദിക്കാനുണ്ട്. മുസ്ലിം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വർഗീയവൽക്കരണത്തിനെതിരെയാണ്, അവരുടെ കുത്തകയ്ക്കെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ, അതോ സാമുദായിക പാർട്ടിയോ? അല്ല, ഞാനത് മറുപടി പറയാണ്ട് തന്നെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്ന കണ്ടിന്യൂ ചെയ്യട്ടെ. KM ഷാജി ആരാണ്? KM ഷാജി മുസ്ലിം ലീഗിന്റെ സമന്വയ നേതാവാ. നമ്മളൊക്കെ ഈ രാഷ്ട്രീയ മുസ്ലിം ലീഗിനെ കുറിച്ച് കേട്ടിരിക്കുന്നത് അവർ അവിടുത്തെ 40 വട്ടം പറഞ്ഞ തങ്ങളൊരു മതേതര പാർട്ടിയെന്ന്. KM ഷാജി ഈ ഇടക്കരയിലെ ചുങ്കത്തറയിലെ വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തിന് തലേദിവസം പറഞ്ഞെന്താ, മുസ്ലിം ലീഗ് ഒരു സമുദായ പാർട്ടിയാണ് എന്ന് പരസ്യമായിട്ട് പറഞ്ഞാൽ KM ഷാജിയാ. ആ KM ഷാജി ഞങ്ങളൊരു വർഗീയ പാർട്ടിയാണെന്ന് തന്നെയാ. സാമുദായിക പാർട്ടിയും വർഗീയ പാർട്ടിയും ഒന്നാണോ? അതാണോ താങ്കളുടെ മനസ്സിലാക്കൽ? അല്ല, പിന്നെ KM ഷാജി പറഞ്ഞത് എങ്ങനെയാണ് ശ്രുതിക്ക് മനസ്സിലായത്? ഞങ്ങൾ ഒരു സാമുദായിക പാർട്ടി എന്ന് പറഞ്ഞാൽ വർഗീയ പാർട്ടി എന്നാണോ ശ്രീ റിജി ലൂക്കോസ് താങ്കളുടെ മനസ്സിലാക്കൽ? മുസ്ലിം ലീഗ് സാമുദായിക പാർട്ടിയാണെന്ന് ആർക്കാണ് അറിയാത്തത്? എന്നിട്ട് ചോദിച്ചു ഞങ്ങളൊരു മതേതര പാർട്ടിയാണ്, മതേതരത്തിൽ വിശ്വസിക്കുന്നതാണെന്ന് മുസ്ലിം ലീഗ് കഴിഞ്ഞ അതിന്റെ മതേതര നിലപാട് അവർ വെച്ചു പുലർത്തുന്നത് കൊണ്ടാണ് വെള്ളാപ്പള്ളിക്ക് ശക്തമായ മറുപടി പറഞ്ഞ് ദിവസവും മറുപടി പറഞ്ഞ് നിൽക്കാതിരുന്നത്. അന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ മറുപടി താങ്കൾക്ക് ഓർമ്മയുണ്ടോ? PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരാളാണ്. കാരണം ഈ KM ഷാജി എങ്ങനെ പറഞ്ഞാലും PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞ ആൾ മതേതര കേരളത്തിൽ ഒരു സമ്പത്ത് തന്നെയാ, ഒരു അസറ്റ് തന്നെയാ. അതുകൊണ്ട് PK കുഞ്ഞാലിക്കുട്ടി പറയുന്ന നല്ല നല്ല കാര്യങ്ങളെയൊന്നും വ്യാഖ്യാനിക്കട്ടെ. KM ഷാജിയുടെ വാക്കുകൾ അത്ര ചെറുതൊന്നുമല്ല, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇനി ഇതുപോലെ തന്നെ ഞാൻ ആദരവോട് കാണുന്ന വിദ്യാസാറിനോട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ബഹുമാനത്തോട് നിലനിർത്തിക്കൊണ്ട് എന്റെ എളിയ ചോദ്യം. സാറേ, ഇദ്ദേഹം 30 വർഷമായിട്ട് ഈ പറയുന്ന ഈഴവ സമൂഹത്തിന്റെ SNDP യോഗത്തിന്റെ സമന്വിത കസേരയിൽ ഗുരുദേവ മോദിങ്ങനെയുള്ളവരുടെ കസേരയിൽ ഇരിക്കുകയാണ്. സാറും അതിന്റെ സമന്വിത കസേരയിൽ ഇതിലുള്ള ആളാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സമൂഹത്തിന്, ഈ പ്രഭുത്വ സമൂഹത്തിന് ഇദ്ദേഹം നിങ്ങളുടെ സമൂഹത്തിനെ അവഹേളിക്കുകയും സംസ്കാരശൂന്യമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണെങ്കിൽ മാറ്റാൻ സാധിക്കുന്നില്ല? അപ്പൊ ആ സമൂഹത്തിലെ മഹാഭൂരിപക്ഷവും കേരളത്തിന്റെ സാമുദായിക ഐക്യത്തിനും സാമുദായികപരമായിട്ടുള്ള സമുദ്രതാമസയ്ക്ക് ഏറെ സംഭാവന ചെയ്യുന്നതുമായ SNDP യോഗത്തിന്റെ പ്രവർത്തനം എന്തുകൊണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ പറ്റില്ല? അതേ അവരുടെ വിഭാഗത്തിന് വേണ്ടി അവകാശങ്ങൾ ഉന്നയിക്കുന്ന ന്യായമല്ലേ? അതല്ലേ അതിനെതിരെ നിങ്ങൾ തെറ്റു പറയുന്നത്? ഇവിടെ ഒരു കാര്യത്തിന് മറുപടി പറയുമോ ശ്രീ റിജി ലൂക്കോസ്? വെള്ളാപ്പള്ളിക്കെതിരായ കേസുകളുടെ ഒക്കെ ഗതി എന്തായി? അന്വേഷണം എന്തായി? വെള്ളാപ്പള്ളിക്കെതിരെ മാത്രമല്ല, കേരളത്തിൽ വെള്ളാപ്പള്ളിക്കെതിരായ കേസുകളുടെ ഗതി, നമ്മൾ വെള്ളാപ്പള്ളിയാണല്ലോ വിഷയം, ആ കേസുകളുടെ ഗതി എന്തായി എന്ന് പറയാമോ? മൈക്രോ ഫിനാൻസ് ആകട്ടെ, മഹേഷിന്റെ ആത്മഹത്യ ആവട്ടെ, അത് കോടതി തീരുമാനിക്കട്ടെ. കോടതിയിലേക്ക് എത്തുന്നതിന് മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത്. അന്വേഷണമാണ് നടക്കുന്നത്. അത് തന്നെയാണ് വിദ്യാസാഗറിന്റെ അനുഭവം. അദ്ദേഹം തുടരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങളിപ്പോ ഈ ചർച്ചയിൽ ഉന്നയിക്കുന്നത് എന്താ? നിങ്ങൾ വളഞ്ഞിട്ട് SNDPയുടെ ജനറൽ സെക്രട്ടറിയുടെ യോഗത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു വലിയ സമൂഹത്തിന്, കേരളത്തിലെ ഏറ്റവും വലിയ സമുദായ സംഘടനകളെ ഏറ്റവും ആദരണീയമായ ചടങ്ങിൽ പങ്കെടുത്തത് തെറ്റായി പോയെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ആ സമൂഹത്തെ ആറ്റാനായിട്ടാണോ അതോ മറ്റുള്ളവർക്ക് വളയിട്ട് കൊടുക്കാൻ? അത് നടക്കിയല്ല. കാരണം കേരളത്തിന്റെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയുടെ സദസ്സിൽ മാത്രമല്ല, എവിടെയെല്ലാം പോകുന്നു? സമാധാനനായ ക്രിസോസ്റ്റം തിരുമേനിയുടെ വേദിയിൽ അദ്ദേഹം പോയില്ലേ? അത് എവിടെയെല്ലാം പോകുന്നു? വർഗീയ പ്രസംഗം പറഞ്ഞു. ഞാൻ വർഗീയ പ്രസംഗം അദ്ദേഹം വർഗീയ പ്രസംഗം നടത്തിയോണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ വേദിയിൽ പോകുന്നതിന് കേരളത്തിന് എന്ത് കാര്യം? വെള്ളാപ്പള്ളിയുടെ വേദിയിൽ പോവുകയോ പ്രസംഗിക്കുകയോ പുകഴ്ത്തുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഈ വർഗീയ പ്രസംഗത്തിന് ശേഷം പോകാമായിരുന്നു എന്നുള്ളതല്ലേ ചോദ്യം? വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ നടത്തിയ യോഗത്തിലല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോയത്. മുഖ്യമന്ത്രി പോയത് SNDP സെക്രട്ടറിയുടെ. നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ നടത്തുന്ന പ്രസംഗങ്ങൾ അവരുടെ വീട്ടിലിരുന്ന് നടത്തുന്ന പ്രസംഗങ്ങളാണോ? അതിനെതിരെയാണോ ഇവിടെ പിണറായി വിജയൻ പ്രസംഗിക്കാറ്? അല്ല സ്മൃതി, ഇപ്പോഴത്തെ പ്രശ്നം ഒരു മിനിറ്റ് സംസാരിക്കാൻ സമയത്ത് അടുത്ത പ്രശ്നം എന്താ? കേരളത്തിൽ പിണറായി വിജയൻ 3ാം തവണ മുഖ്യമന്ത്രിയായിട്ട് തുടരും എന്ന് കേരളത്തിൽ ആദ്യമായിട്ട് ഉയർന്ന ശബ്ദം. ഇത് കേൾക്കൂ, ഞാനെന്ന് എന്നെ മാത്രം എന്തിനാ ഇന്ററപ്റ്റ് ചെയ്യുന്നത്? ആ ശബ്ദം വെള്ളാപ്പള്ളി നടേശന്റെയാ.
അന്ന് മുതലേ ചിലർക്ക് ബുദ്ധിമുട്ട് തോന്നി. അതേ നാവുകൊണ്ട് വെള്ളാപ്പള്ളി പറയും മോദി തുടരുമെന്ന്. അതേ നാവുകൊണ്ട് വെള്ളാപ്പള്ളി പറയും മോദി തുടരുമെന്ന്. മാനസിക വിഷമത്തിലാണ്. അതേ നാവുകൊണ്ട് മോദി തുടരുമെന്ന് വെള്ളാപ്പള്ളി പറയാറുണ്ടല്ലോ ശ്രീ റെജി ലൂക്കോസ്, താങ്കൾ കേൾക്കാറില്ലേ? ഇല്ല, വെള്ളാപ്പള്ളി അദ്ദേഹത്തിന്റെ സമൂഹത്തിനോട് പലതും പറയും. അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും അങ്ങനെ യോജിപ്പില്ല. പലതും പറയുന്നത് കേൾക്കാനല്ല കേരളം ഇവിടെ ഇരിക്കുന്നത് ശ്രീ റെജി ലൂക്കോസ്. അതുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്. അദ്ദേഹത്തിന് മാത്രം പലതും പറയാനുള്ള ലൈസൻസ് എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ ചോദ്യം. അല്ല, ഞാൻ ചോദിക്കുന്ന കേരളത്തില് ലൈസൻസ് ഇല്ലാതെ പറയുകയും അതുപോലെ തന്നെ വോയിസ് ഓഫ് ഡിസന്റ്, വിയോജിപ്പിന് ശബ്ദം പുറപ്പെടുവിക്കുന്നവരെല്ലാം വിയോജിപ്പിന്റെ ശബ്ദവും വർഗീയ ശബ്ദവും രണ്ടല്ലേ? ഇവിടെ AP അബൂബക്കർ മുസ്ലിയാരുടെ എന്താ പറയുക തിരുകേശത്തിനെതിരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങളോട് സൂചിപ്പിച്ചു. അത് പറയാനുള്ള തന്നിടം കാണിച്ച ആ തന്നിടത്തിൽ 2025 വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് ചോദ്യം ശ്രീ റെജി ലൂക്കോസ്. അതായിരുന്നല്ലോ എന്റെ ചോദ്യം. ബാക്ക് ടു സ്ക്വയർ വൺ ആവല്ലേ? വെള്ളാപ്പള്ളി നടേശന് മാത്രം ശബ്ദിക്കാൻ പാടില്ല, ബാക്കിയുള്ളവർ വർഗീയത മാത്രം വിളമ്പുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ വിമർശിച്ചുകൊണ്ട് ഇവിടെ മറ്റുള്ളവർക്ക് വോട്ട് നേടാനുള്ള ശ്രമത്തിനാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. ശരി ശരി ശ്രീ NP ചെക്കുട്ടി, സാധാരണഗതിയിൽ ഈ സാമുദായിക സംഘടനകളുമായി ഒരു അഴകുഴമ്പൻ സമീപനം അല്ലെങ്കിൽ ഭയത്തോടെയൊക്കെ പ്രതികരിക്കുന്ന രീതിയുള്ളത് കോൺഗ്രസിനാണ് എന്ന വിമർശനമാണ് കോൺഗ്രസ് എപ്പോഴും നേരിട്ടിട്ടുള്ളത്. പക്ഷേ SNDP യോഗത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന സാമുദായിക നേതാവിന്റെ കാര്യത്തിൽ കൃത്യമായ നിലപാട് പ്രതികരണം നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ള കോൺഗ്രസ് ആണ്. ഇപ്പോൾ മുൻപ് നടത്തിയ വർഗീയ പരാമർശത്തിലും നൗഷാദുമായി ബന്ധപ്പെട്ട പരാമർശത്തിലും അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് കേസെടുത്തത്. അന്ന് വെള്ളാപ്പള്ളി അറസ്റ്റ് ചെയ്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. അത് ഇഴവ വോട്ട് കോൺഗ്രസിന് കിട്ടില്ല എന്ന ബോധ്യത്തിൽ നിന്നാണ് എന്ന തിരിച്ചും വിമർശനമുണ്ട്. അപ്പോൾ എന്താണ് അതിലെ യാഥാർത്ഥ്യം? ഈ രാഷ്ട്രീയ സ്ഥൈര്യം എന്നൊക്കെ പറയുന്നത് വോട്ടുമായി ബന്ധപ്പെട്ട് മാത്രം കിടക്കുന്ന ഒന്നാണോ? അല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യം, സാമുദായ സംഘടനകളായാലും രാഷ്ട്രീയ സംഘടനകളായാലും അവരുടെ നിലപാടുകൾ വിമർശിക്കുന്നതിലോ ശക്തമായ പൊസിഷൻ എടുക്കുന്നതിലോ ഒരു കുറ്റവും പറയാൻ കഴിയില്ല. കാരണം അവരെല്ലാം പൊതുസമൂഹത്തിലുള്ള ആളുകളാണ്, അവർ വിമർശനം അർഹിക്കുന്നവരാണ്. അപ്പോൾ SNDP അടക്കമുള്ള പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ SNDP പ്രസ്ഥാനമോ അതിൻ്റെ ഭാഗമായിരിക്കുന്ന ഈഴവ സമൂഹമോ ഒന്നും യഥാർത്ഥത്തിൽ വർഗീയവാദികളാണ് നമുക്കാർക്കും പറയാൻ കഴിയില്ല. അങ്ങനെ അല്ല. പക്ഷേ നിർഭാഗ്യവശാൽ വെള്ളാപ്പള്ളിയും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാപിത താല്പര്യക്കാരായ കുറേ ആളുകളും ഈ പ്രസ്ഥാനത്തെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ വിഭാഗീയമായ അജണ്ടകൾ, വർഗീയമായ അജണ്ട, സാമ്പത്തികമായ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് ആ പ്രസ്ഥാനത്തെ അവരുടെ കയ്യിലെടുത്തു. പ്രസ്ഥാനത്തിൻ്റെ മേലുള്ള ഒരു നിയന്ത്രണം അവർക്ക് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിയിലടക്കം കേസുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിലാണത്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇതിനകത്തുള്ള പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് SNDP യോഗത്തോടല്ല ഇവിടെ ആരും വിമർശിക്കുന്നത്, നാരായണഗുരു പ്രസ്ഥാനത്തോടല്ല ആർക്കും വിമർശനമുള്ളത്. നേരെ മറിച്ച് ആ പ്രസ്ഥാനത്തെ ഉപയോഗിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടത്തുന്ന വളരെയേറെ ആത്മഹത്യാപരമായ നിലപാടുകൾ, വളരെയേറെ ആപൽക്കരമായിട്ടുള്ള സാമൂഹിക വിഭജനത്തിൻ്റെ അജണ്ടകൾ, കേരളത്തിലെ വർഗീയ സംഘർഷം വളർത്തുന്ന അജണ്ടകൾ, അത് യഥാർത്ഥത്തിൽ മലയാളി സമൂഹത്തിന് വലിയ ദോഷം ചെയ്യും. അതിനോട് മാത്രമാണ് ഈ വിയോജിപ്പുള്ളത്. അപ്പോൾ ആ വിയോജിപ്പ് പരസ്യമായിട്ട് പറയാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ ഭരണാധികാരികൾക്കുണ്ട്, നമ്മുടെ സർക്കാരുകൾക്കുണ്ട്, നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾക്കുണ്ട്. കോൺഗ്രസിനെ പോലെ അത് കക്ഷികളെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ മുൻകാലങ്ങളിലൊക്കെ തന്നെ EMSൻ്റെ കാലത്ത് വളരെ ശക്തമായിട്ട് തന്നെ EMS പല കാര്യങ്ങളിലും വെട്ടിത്തുറന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കുമാരനാശാനെ കുറിച്ച് EMS പറഞ്ഞ ഒരു നിലപാട്, അദ്ദേഹം ബ്രിട്ടീഷുകാരുമായിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തെ ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം പട്ടുംവളയം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ സൈമൺ കമ്മീഷൻ്റെ സമയത്ത് തന്നെയാണ് പട്ടുംവളയം വാങ്ങിച്ചത്. അതിനെക്കുറിച്ച് EMS പറഞ്ഞ ഒരു അഭിപ്രായം പിന്നീട് ആ തെരഞ്ഞെടുപ്പിൽ പിന്നെ വലിയ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷമായാലും ശരി മറ്റ് രാഷ്ട്രീയ കക്ഷികളായാലും ശരി വിമർശനം നടത്തേണ്ട സമയത്ത് വിമർശനം നടത്തും. നിർഭാഗ്യവശാൽ പിണറായി വിജയൻ ആ തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടല്ല ഇപ്പോൾ എടുക്കുന്നത്. കാരണം അദ്ദേഹം 30ാം വാർഷികത്തിനകത്ത് പോണതിൽ തെറ്റൊന്നും ഞാൻ പറയില്ല. വെള്ളാപ്പള്ളി അത്രയും സമുന്നതനായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ താല്പര്യത്തിലുള്ള ആളാണ്. പക്ഷേ അവിടെ പറയേണ്ടത് കേരളീയ സമൂഹത്തിൻ്റെ നിലപാടുകൾക്കനുസരിക്കുന്ന, കേരളീയ സമൂഹത്തിൻ്റെ ഒരു പാരമ്പര്യത്തിന് യോജിച്ച രൂപത്തിൽ പ്രവർത്തിക്കാൻ വെള്ളാപ്പള്ളി ബാധ്യസ്ഥനായിരുന്നു. അതിൽ നിന്ന് അപഭ്രംശമുണ്ടായ കാര്യങ്ങളിൽ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പുകഴ്ത്താനുള്ള എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം ചെയ്ത തെറ്റുകളെ തെറ്റല്ലെന്ന് വരുത്താനാണ് ശ്രമിക്കുന്നത്. അവിടെയാണ് പിണറായിക്ക് പെശക് പറ്റിയത്. അത് പിണറായിക്ക് തന്നെ ദോഷം ചെയ്യും. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഇടതുപക്ഷത്തിൻ്റെ പാരമ്പര്യങ്ങളെ പൂർണ്ണമായിട്ടും
പിന്നെ തിരസ്കരിച്ചുകൊണ്ടുള്ള ആളെ സോപ്പടിക്കുന്ന ഒരു നിലപാടിലേക്കാണ് ഇന്ന് മുഖ്യമന്ത്രി പോയിരിക്കുന്നത്. ശരി, ശ്രീ CK വിദ്യാസാഗർ, SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം എന്നുള്ളത് വെള്ളാപ്പള്ളിക്ക് ജീവിതകാലം മുഴുവനുള്ളതാണ്. അത് കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ മകന് കൈമാറും. ആ രൂപത്തിലായിരിക്കും അതിന്റെ മുന്നോട്ട് പോക്ക് എന്നാണോ മനസ്സിലാക്കേണ്ടത്? കാരണം താങ്കളെപ്പോലുള്ള എതിർ ശബ്ദങ്ങൾ അത് കൃത്യമായി അടിച്ചമർത്താൻ കഴിയുന്നുണ്ട് വെള്ളാപ്പള്ളിക്ക് എന്നൊരു കാര്യം കൂടി ഉണ്ടല്ലോ. അതൊന്നും നടക്കില്ല. കാരണം ഇത് മിസ്റ്റർ ശ്രീ റെജി ലൂക്കോസ് ചോദിച്ചു, ഇത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ എന്താണിപ്പോൾ അദ്ദേഹം ഇങ്ങനെ തന്നെ ഇരിക്കണമല്ല, നിങ്ങളാരും വിചാരിച്ചിട്ട് മാറ്റാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം ചോദിച്ചു. അതിന് അദ്ദേഹത്തിന് ഞങ്ങളുടെ ഈ ബൈലോയുടെ ഞങ്ങളുടെ ഈ ഭരണഘടനയുടെ ഒരു ഘടനയെ പറ്റിയിട്ട് അദ്ദേഹത്തിന് ചെറിയ ധാരണപക്ഷമുള്ളതുകൊണ്ടാണ് 200-ൽ 1 പറയുന്ന ഒരു അനുപാതത്തിൽ യൂണിയനുകളിൽ നിന്നും നിർദ്ദേശം ചെയ്തു വരുന്ന ആളുകളാണ് ഇതിന് വോട്ട് ചെയ്യണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ യൂണിയൻകാർ കുറേ പേരെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഹിതകരമായിട്ടുള്ള ആളുകളുടെ പേരിവിടെ വരും. പിന്നെ ഇപ്പോൾ യൂണിയൻ 50%-ലധികം യൂണിയനുകളിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നില്ല, അഡ്മിനിസ്ട്രേറ്റർമാരെ വെച്ചിരിക്കുക. അവരുടെ സാമന്തന്മാരെ കണിച്ചുകുളങ്കരക്കാരും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഇഷ്ടപ്പെട്ടവരെ അഡ്മിനിസ്ട്രേറ്റർമാരായിട്ട് യൂണിയനിലേക്ക് വിട്ടിരിക്കുക. അങ്ങനെയാണ് ഈ മാനിപ്പുലേഷൻ നടക്കുന്നത് ഒരു പരിധിവരെ. പിന്നെ സമ്പത്ത് ധാരാളമായിട്ട് കുമിഞ്ഞുകൂടുന്ന ഒരവസ്ഥ ഞാൻ മുമ്പേ സൂചിപ്പിച്ചു, അതൊന്ന്. പിന്നെ മിസ്റ്റർ റെജി ലൂക്കോസിന്റെ പാർട്ടിക്കാരും നേതാക്കന്മാരും ഒക്കെ കൊടുക്കുന്ന ഈ വലിയ കിഡ് ഗ്ലോ ട്രീറ്റ്മെന്റും കൂടി ആകുമ്പോഴത്തേക്കും തിങ്സ് ബിക്കം വെരി ഈസി. പിന്നെ അദ്ദേഹം നല്ല ഒരു കൗശലക്കാരനായ നല്ല ബിസിനസ്സുകാരനാണ്, നല്ല കച്ചവടക്കാരനാണ്. അപ്പോൾ ഈ നല്ല കച്ചവടക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറ്റ് നോക്കി ഇത് പായ്ക്കപ്പലിന്റെ ഇത് ഉയർത്തിപ്പിടിക്കാനും ഇത് താഴ്ത്തിക്കെട്ടാനും ഒക്കെ അദ്ദേഹത്തിന് അറിയാം. ഈ നിലമ്പൂര് പോയി നടത്തിയ പ്രസംഗമുണ്ടല്ലോ, അതെന്തൊരു കളവാണ് എന്നതിന്റെ ചില വിവരങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. ഡോക്ടർ ഫസൽ ഗഫൂർ എനിക്ക് അയച്ചു തന്നൊരു വാർത്തയാണത്. കൊടുങ്ങല്ലൂരിലെ മണപ്പാട് കുഞ്ഞു മുഹമ്മദ് ഹാജി SNDP യോഗത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിലേക്ക് സംഭാവന ചെയ്ത 25 ഏക്കർ സ്വീകരിക്കാൻ SNDP യോഗത്തിന്റെ 50-ാം വാർഷിക കോൺഫറൻസ് തീരുമാനിച്ചതിന്റെ വാർത്തയാണ് ഇത്. 1953-ലെ വാർത്തയാണ്, അന്ന് വെള്ളാപ്പള്ളിയല്ല, 53-ലെ വാർത്തയാണ്. അപ്പോൾ അന്ന് തന്നെ സ്ഥലമൊക്കെ വിട്ടുകൊടുക്കുന്ന മുസ്ലിം പ്രമാണിമാർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇല്ല, SNDP യോഗത്തിൽ എത്രയോ വലിയ മുസ്ലിം നേതാക്കന്മാര്, സാമൂഹ്യ നേതാക്കന്മാര്, രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ അംഗങ്ങളാണ്. SNDP യോഗത്തിന്റെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഈഴവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല. അതിനകത്ത് എനിബഡി ക്യാൻ ബിക്കം എ മെമ്പർ. അതുപോലെ തന്നെയാണ് SN ട്രസ്റ്റിലും 100 രൂപ സംഭാവന കൊടുത്താൽ SN ട്രസ്റ്റിൽ മെമ്പറാകും വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ ടുവേർഡ്സ് എനി കാസ്റ്റ് ഓർ എനി റിലീജിയൻ. അതാണ് ഇതിൻ്റെയൊക്കെ ഭരണഘടന. അല്ലാതെ ഇത് ഈഴവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് മെമ്പർഷിപ്പ് ലിമിറ്റ് ചെയ്യുന്ന ഒരു വ്യവസ്ഥ പോലും SN ട്രസ്റ്റിൻ്റെ ആയിട്ട് SNDP യോഗത്തിൻ്റെ ആയിട്ടില്ല എന്നുള്ളതാണ് ഇതിന് സത്യം. പിന്നെ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സൂചിപ്പിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല. കാരണം ആളുകൾക്കും കമ്പനിയാണിത്. ഈ കമ്പനിയിലെ എല്ലാവർക്കും വോട്ടവകാശം കൊടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതോടുകൂടിയിട്ട് ഈ റെപ്രസെൻറ്റേറ്റീവ്സിനെ ഇഷ്ടമുള്ളവരെ കൊണ്ടുവന്ന് വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് നടത്തി ഈ സ്ഥാനം ഉറപ്പിക്കാം എന്ന് പറയുന്ന ഏർപ്പാട് ഇനി നടക്കാൻ പോകുന്നില്ല. അതിൻ്റെ എല്ലാം കേസുകളെല്ലാം അതിൻ്റെ ഏതാണ്ടൊരു അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുക. പിന്നെ മൈക്രോ ഫൈനാൻസ് കേസ് അത് പുറത്തെടുക്കില്ല. അതെന്താ പുറത്തെടുക്കുക എന്ന് പറയും. ഹൈക്കോടതി തന്നെ ചോദിച്ചു, വാട്ട് ആർ യു ഡൂയിങ് എന്ന് ഹൈക്കോടതി കഴിഞ്ഞ തവണ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിനോട് ചോദിക്കുകയുണ്ടായി. ആ കേസുകൾ മുഴുവനും അവിടെ കെട്ടിക്കിടക്കുക. ദിസ് ഈസ് ദ സിറ്റുവേഷൻ. അല്ലാതെ ഇത് കുറച്ച് സാമർഥ്യവും കുറച്ച് സമ്പത്തും പിന്നെ കുറച്ച് രാഷ്ട്രീയ പിൻബലവും ഇതെല്ലാം കൂടെ കൂടിയാ ഒരുപക്ഷെ ഞാൻ വിചാരിച്ചാലും അല്ലെങ്കിൽ മിസ്റ്റർ റെജി ലൂക്കോസിന് എന്നേക്കാൾ സാമർഥ്യമുള്ള റെജി ലൂക്കോസ് വിചാരിച്ചാലും ഇതുപോലെയൊക്കെയുള്ള മാനിപ്പുലേഷൻസും മാനേജ്മെൻറ്റും നടത്താൻ കഴിയും. അതാണ് അവസ്ഥ. അതല്ലാതെ ഇതെല്ലാം ഈ ഈഴവ സമുദായം മുഴുവനും അദ്ദേഹത്തിന് പോയിട്ട് പൂജിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു കൊടുത്തിരിക്കുക. പിന്നെ വേറൊന്നും ചോദിച്ചില്ലേ, ഈ സദാം ഹുസൈൻ എന്ന് പറയുന്ന ഒരു വലിയ നേതാവ് ഉണ്ടായിരുന്നല്ലോ, ഭരണാധികാരി. അദ്ദേഹത്തിന് താഴെ വീഴുന്നത് വരെ ആ ജനത്തിൻ്റെ വലിയ ദൈവമായിരുന്നു. താഴെ വീണ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിമകളെ വരെ കാലുകൊണ്ട് ചവിട്ടി തെറിപ്പിക്കുന്ന ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെയാ ചരിത്രം. അതുകൊണ്ട് ഈ ചരിത്രം
ഇത് ഇത് ഈ ചരിത്രം എന്തൊക്കെയാണ്, ഭാവി ചരിത്രം എന്തൊക്കെയാണ് കരുതി വച്ചിരിക്കുന്നതെന്ന് നമുക്കിപ്പോൾ പ്രവചിക്കണ്ട. അതൊക്കെ ആയുസ് തന്നാൽ നമുക്ക് ഒരുമിച്ച് കഴിയുന്നതാണ് എന്റെ പ്രതീക്ഷ. പറഞ്ഞോളൂ. വിദ്യാസാഗർ സാർ, ഞാൻ വിത്ത് ഡ്യൂ റെസ്പെക്ട് കാര്യം ചോദിക്കട്ടെ. സാറ് കേരളത്തിലെ പ്രഗത്ഭരായ അഭിഭാഷകരുടെ ഒരാളാണ്, എനിക്കത് വളരെ വ്യക്തമായിട്ടറിയാം, മലയാളികൾക്ക് എല്ലാവരും. സാറിന് എന്തുകൊണ്ട് ഈ വെള്ളാപ്പള്ളി പുറംവാതിലൂടെയാണ് തുടരണമെന്നുണ്ടെങ്കിൽ ഇത് നിയമവ്യവസ്ഥയുള്ള ഒരു സംസ്ഥാനമല്ലേ, എന്തുകൊണ്ട് സാറിന് ആ രീതിയിൽ ഫൈറ്റ് ചെയ്തുകൂടാ? അപ്പൊ അതിനകത്ത് അർത്ഥം എന്താ? മഹാഭൂരിപക്ഷം SNDPയുടെ പ്രവർത്തകർ അദ്ദേഹത്തിന് പിന്തുണയ്ക്കുന്നുള്ളതാണ്. സാറിനെ പോലെ ആൾക്ക് പോലും അസാധ്യമെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് വെറുതെ ഈ രീതിയിലുള്ള വിമർശനങ്ങള്? ആദ്യം അവരെ ബോധ്യപ്പെടുത്തു, ഈ അണികളെ. അവര് ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അപ്പൊ പിന്നെ സാറെ അതിനകത്തൊരു ശരിയായിട്ടില്ലേ? അതാ എന്റെ ക്വസ്റ്റ്യൻ. അതൊരു ചോദ്യമാണ്. പക്ഷെ അതിന് ഒരു പരിധി വരെ മിസ്റ്റർ റെജി ലൂക്കോസിന് അറിയാമല്ലോ, നമ്മുടെ കോടതിയിൽ ഏത് വേഗതയിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും ഏത് കേസുകളെല്ലാം എത്രത്തോളം നീട്ടിക്കൊണ്ട് പോകാമെന്നൊക്കെ എന്നെക്കാളും നല്ലപോലെ അനുഭവ സമ്പത്തുള്ള ആളുകളല്ലേ മിസ്റ്റർ റെജി ലൂക്കോസിനെ പോലുള്ളവർക്കും അറിയാമല്ലോ. നിങ്ങളൊക്കെ ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള കേസുകൾ കോടതികളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണല്ലോ. അത്രയേ ഉള്ളൂ. ഞാൻ അതിന് മറുപടി പറയുന്നുള്ളൂ. കോടതികളെ പറ്റി അങ്ങനെ കൂടുതൽ എനിക്ക് പറയാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അവസ്ഥ ശ്രീ ജോർജ് പെരുമ്പാറ, നേരത്തെ ശ്രീ NP ചെക്കുട്ടി പറഞ്ഞൊരു കാര്യം, വെള്ളാപ്പള്ളി ഒരു പാലമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കേന്ദ്രവുമായി ബന്ധമുള്ള വെള്ളാപ്പള്ളി ഒരു പാലമായി പ്രവർത്തിക്കുന്നു. ആ പാലം ത്തിലൂടെ പ്രവർത്തിക്കുമ്പോൾ അപ്പുറത്ത് അവർക്കും ഒരു നേട്ടമുണ്ടാകുന്ന രൂപത്തിലേക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നേക്കാൻ സാധ്യതയുണ്ടായെന്ന് താങ്കൾക്കും അങ്ങനെ ഒരു തോന്നലുണ്ടോ? തീർച്ചയായിട്ടും. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ വോട്ടിൽ ഷിഫ്റ്റ് വന്നിട്ടുള്ളത് ഈ പറഞ്ഞ ഈഴവ സമുദായത്തിന്റെ അല്ലെങ്കിൽ SNDP ഈ പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗത്തിൽ നിന്നാണ് ഏറ്റവും വലിയ വോട്ട് ഷിഫ്റ്റ് നടന്നത്. അത് തൃശ്ശൂരിലായാലും ആലപ്പുഴയിലായാലും ആറ്റിങ്ങലായാലും ഈ പറഞ്ഞ രീതിയിൽ ഏറ്റവും വലിയ ഷിഫ്റ്റ് നടന്നിരിക്കുന്നത് ആ വിഭാഗത്തിൽ നിന്ന്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് മറ്റാരേക്കാളും നന്നായിട്ട് ഈ പറഞ്ഞ CPM-ന് അറിയുകയും ചെയ്യാം. മാത്രമല്ല, ഈ നമുക്കറിയാമല്ലോ, കേന്ദ്രത്തിൽ ഇപ്പൊ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം വലിയ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണ്. അപ്പോ ഈ വെള്ളാപ്പള്ളി നടേശന് കേന്ദ്രവുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ NDA സഖ്യത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ബന്ധങ്ങളെല്ലാം താങ്കൾ ഉപയോഗിച്ച ആ ഒരു പദപ്രയോഗം വളരെ കറക്റ്റാണ്. പാലമാണ്. ആ പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുക. അതായത് വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തേക്ക് ആ പാലത്തിലൂടെ സഞ്ചരിക്കുന്നു. ആ പാലത്തിലൂടെ CPM വെള്ളാപ്പള്ളിയിലേക്ക് മാത്രമല്ല വേറെ ചിലയിടത്തേക്ക് കൂടി സഞ്ചരിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി NDA-കാരനായിരുന്നിട്ടും അദ്ദേഹത്തിന് ഗൾഫിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ സാക്ഷാൽ മുഖ്യമന്ത്രി എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്തതെന്നും ആരാണ് ആ സമയത്ത് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കാൻ വേണ്ട പണം എത്ര പെട്ടെന്ന് ആര് മുഖാന്തരമാണ് അറേഞ്ച് ചെയ്തതെന്നൊക്കെ ഉള്ളത് നമുക്കറിയാമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അന്നില്ലാത്തൊരു മുസ്ലിം വിരോധം, അന്ന് ആ പണം ഉപയോഗിച്ചാണ് വെള്ളാപ്പള്ളി ഈ തുഷാർ വെള്ളാപ്പള്ളി പെട്ടെന്ന് ഗൾഫ് ജയിലിൽ നിന്ന് പുറത്തു വന്നത്. അന്ന് ആ പണത്തിന് ഒരു ഐറ്റം ഉണ്ടായിരുന്നില്ല. ആ പണം നൽകിയ ആളിന്റെ ജാതിയൊന്നും ആർക്കും പ്രശ്നമായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അദ്ദേഹം പറയുന്നു മലപ്പുറത്ത് ശ്വാസം മുട്ടുന്നു. ഞാൻ വിചാരിക്കുന്നത് ഇത് വെള്ളാപ്പള്ളി മാത്രമല്ല, പിണറായി വിജയനും വളരെ ഭംഗിയുള്ള അല്ലെങ്കിൽ വളരെ വലിയ രാഷ്ട്രീയമാണ് കളിക്കുന്നത്. നമ്മൾ ഇതിനെയൊക്കെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ഓമനപ്പേരിൽ വിളിച്ച് ഇതിനെയൊക്കെ നമ്മളിപ്പോ അതൊക്കെ മിടുക്കായിട്ടും രാഷ്ട്രീയത്തിലെ നെറുകേടുകളെയെല്ലാം, രാഷ്ട്രീയത്തിലെ ചേരാത്തരത്ത് ചേരുന്നതിനെയെല്ലാം മികച്ച സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന വാക്കുപയോഗിച്ച് നമ്മൾ അതിനെയെല്ലാം മിടുക്കായിട്ട് ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിർഭാഗ്യവശാൽ കടന്നു പോകുന്നത്. അല്ലെങ്കിൽ പിണറായി വിജയനെ പോലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്, ഈ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരു സമുദായ നേതാവിന്, അതും പച്ച വർഗീയം പറയുന്ന, പച്ച ജാതി പറയുന്ന, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി, സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി ഏത് രാഷ്ട്രീയ ട്രപ്പീസ് കളിക്കാനും മടിയില്ലാത്ത ഒരാളെ ഇത്രമേൽ പുകഴ്ത്തേണ്ട കാര്യമുണ്ടോ? അദ്ദേഹത്തിന്റെ 30ാം വാർഷികം, അതിൽ പങ്കെടുക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. അതൊക്കെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പങ്കെടുക്കേണ്ടി വരും. നേരത്തെ പറഞ്ഞതുപോലെ എല്ലായിടത്തും പോകേണ്ടി വരും. അതിലൊന്നും റെജി ലൂക്കോസ് പറഞ്ഞതിനോട് എനിക്ക് ഒരു വിരോധമില്ല. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ അവിടെ ചെന്ന് ഉപയോഗിക്കുന്ന പദങ്ങള്, പദപ്രയോഗങ്ങള്, വിശേഷണങ്ങള് മാത്രമല്ല, അദ്ദേഹത്തിന് പറ്റിയ അദ്ദേഹം ചെയ്ത ചില കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ രീതിയിൽ പരുഷമായ പദപ്രയോഗങ്ങളിലൂടെ അല്ലാതെ തന്നെ അദ്ദേഹത്തെ തിരുത്താനും, ഇതല്ല കേരളം ആഗ്രഹിക്കുന്നത്, ഇതല്ല ഈ പറഞ്ഞ SNDP യോഗം പോലുള്ള ഒരു സംഘടനയിൽ നിന്ന് കേരള സമൂഹം പ്രതീക്ഷിക്കുന്നത്, ഗുരുദേവ ദർശനങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു സമുദായം, ആ സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്ന ആ വലിയ
വ്യക്തി, 30 വർഷമായിട്ട് ഈ പ്രസ്ഥാനത്തെ നയിക്കുന്ന വ്യക്തി കുറെ കൂടി ഉത്തരവാദിത്വ ബോധത്തോടു കൂടി, കുറെ കൂടി സമചിത്തതയോടെ, കുറെ കൂടി എന്താ പറയാ ആ ഒരു 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 കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു എന്താ പറയാ നിലപാട് തറയിൽ നിന്നുകൊണ്ട് വേണം സംസാരിക്കാൻ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള വലിയ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് ഇന്ന് ഉണ്ടായിരുന്നു. പക്ഷെ അതിനു പകരം വിശേഷണങ്ങൾ കൊണ്ട് മൂടി അദ്ദേഹം മഹാനാണ് 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 എന്ന് സ്ഥാപിച്ചെടുക്കാൻ കാണിക്കുന്ന വ്യഗ്രതയ്ക്ക് പിന്നിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വ ബോധമില്ല, മറിച്ച് ഒരു രാഷ്ട്രീയ നേതാവിന്റെ കൗശലവും കിട്ടാനുള്ളത്, അല്ലെങ്കിൽ നാളെ തെരഞ്ഞെടുപ്പുകളിൽ തനിക്ക് എന്ത് കിട്ടണം എന്നുള്ള ഒരു മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ആ മോഹങ്ങൾ മാത്രമേ ഇന്നത്തെ ആ പ്രസംഗത്തിൽ ഉണ്ടായുള്ളൂ എന്ന് വേദനയോടെ പറയാൻ ഞാൻ നിർബന്ധിതനാകുകയാണ്. ശ്രീ എൻ പി ചെക്കുട്ടി, ഒരു നാടിനെ, അതും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയെ ന്യായീകരിക്കുന്ന നാട്ടിലെ ആദ്യത്തെ ഇടതുപക്ഷ നേതാവായിരിക്കും പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ താങ്കൾ നിഷേധിക്കുമോ? അല്ല, അത് മുഖ്യമന്ത്രിയുടെ ഇന്ന് എടുത്തിരിക്കുന്ന നിലപാട് വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കാരണം യഥാർത്ഥത്തിൽ ഈ പലസ്തീൻ പ്രശ്നം വന്നപ്പോഴും ഈ പൗരത്വ വിഷയം വന്നപ്പോഴും ഒക്കെ തന്നെ പൊതുവിൽ പിണറായി വിജയനോട് കേരളത്തിലെ പ്രത്യേകിച്ച് മലബാർ പ്രദേശത്തൊക്കെയുള്ള മുസ്ലിങ്ങൾ വളരെ ബഹുമാനത്തോടു കൂടിയാണ് അദ്ദേഹത്തെ കണ്ടിരുന്നത്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡറാണ് ഒക്കെയാണെങ്കിൽ പോലും ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിൽ പിണറായി വിജയന് കേരളത്തിലെ മുസ്ലിം സമുദായത്തിനകത്ത് വലിയ റെസ്പെക്റ്റബിലിറ്റി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ആളുകൾ ബഹുമാനത്തോടു കൂടിയാണ് കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊരു വളരെ മോശമായിട്ടുള്ള മ്ലേച്ഛമായിട്ടുള്ള നിലപാടെടുത്ത ഒരാളെ വിമർശിക്കാൻ അദ്ദേഹം തയ്യാറാകാത്തത് വഴി, പരസ്യമായിട്ട് അത്തരം നിലപാടുകളെ തള്ളിക്കളയാൻ അദ്ദേഹം തയ്യാറാകാത്തത് വഴി മുഖ്യമന്ത്രി ഒരു സന്ദേശം കൊടുക്കുന്നത്, ഞാൻ എൻ്റെ നിലപാടുകൾ മാറ്റുകയാണ്, ഞാൻ BJPയുടെ ഒരു B ടീമായി പ്രവർത്തിക്കാനുള്ള സാധ്യത നിങ്ങൾ തള്ളിക്കളയരുത്. അതൊരു യഥാർത്ഥത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായക്ക്, CPMൻ്റെ പ്രതിച്ഛായക്ക് ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റുന്ന നിലപാടുകളാണ് ഇന്ന് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ആ പാർട്ടിയുടെ പാരമ്പര്യത്തിനും വലിയ ദോഷം ചെയ്യും എന്നാണ് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുക. ശരി, ഏതായാലും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ള സംശയമായിരുന്നു. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഒരു ഭാഗം പറഞ്ഞു. അതിനുശേഷം ഇന്നിപ്പോൾ വെള്ളാപ്പള്ളിയെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വെള്ളാപ്പള്ളിയെ വാനോളം പുകഴ്ത്തിയെന്ന് മാത്രമല്ല ശ്രീനാരായണ ഗുരുവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത്. ഓരോ വരിയിലും ആ താരതമ്യമുണ്ടായിരുന്നു. ഇപ്പോൾ വർത്തമാനകാലത്തെ പ്രായോഗികമായി ചേർത്ത്, അതായത് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളും ഇപ്പോഴത്തെ പ്രായോഗികതയും ചേർത്ത് സമഞ്ജസപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനം എന്നൊരു വാക്കാണ് അദ്ദേഹം പ്രയോഗിച്ചത്. ആ സമഞ്ജസപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനത്തിൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീണിട്ടുള്ള സരസ്വതി വിലാസം ഈ കേരളം മുഴുവൻ കേട്ടതാണ്, കേരളം മുഴുവൻ തള്ളിക്കളഞ്ഞതാണ്. പക്ഷേ അതിനെ പിണറായി വിജയൻ അവധാനതയോടെ വേണം, ഒന്ന് സൂക്ഷിക്കണം എന്ന് ഒന്ന് തലോടി പറയുന്നതും കേരളം കേട്ടിരിക്കുന്നു. വളരെ നന്ദി അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, ശ്രീ റെജി ലൂക്കോസ്, ശ്രീ ജോർജ് പൊടിപ്പാറ, ശ്രീ NP ചെക്കുട്ടി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.